സന്ധിയിൽ ചേർന്ന് വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വം കരയറ്റുകയും ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹം, കരുതലും പരിപാലനവും നമ്മെ ഓരോ ദിവസവും വഴി നടത്തുന്നു. അതോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിപ്പാൻ നമുക്ക് വീണ്ടും ഒരു അവസരം ലഭിച്ചതോർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ കൂട്ടായ്മയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിപ്പാനുള്ള ചില കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനും ഗ്രഹിപ്പാനും പ്രാർത്ഥനയോട് ചേർന്ന് വരികയാണെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്ന തിരുവചനവും നമ്മുടെ ജീവിതത്തിൽ ചൈതന്യം തരുവാനും നമുക്ക് വേണ്ടുന്ന ഉത്തേജനം തരുവാനും സഹായിക്കുന്ന തിരുവചനങ്ങൾ ഇന്ന് ദൈവം നമുക്ക് തരികയും ചെയ്യും എന്നതിന് യാതൊരു സംശയവുമില്ല. ഇന്നത്തെ ധ്യാനത്തിന് വേണ്ടി 2 തിരുവചനങ്ങൾ വായിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ്. പുതിയ നിയമത്തിൽ നിന്നും പഴയ നിയമത്തിൽ നിന്നും ഓരോ വാക്യങ്ങൾ വീതം വായിച്ച് ഒരു ധ്യാനത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അതിനാധാരമായി വളരെ പരിചിതമായ ഒരു വേദവാക്യം വായിക്കുന്നു. 2 തിമോത്തിയോസ് 4-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം വായിക്കുന്നു. 2 തിമോത്തിയോസ് 4:7. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. എന്നിവിടെ വായിക്കുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 20-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം വായിക്കുന്നു. 2 ദിനവൃത്താന്തം 20:17. ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. വളരെ പരിചിതമായ വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെയും നമുക്ക് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരും, ഇതൊന്നും എന്ത് പ്രസംഗിക്കാൻ, ഇതൊക്കെ നിങ്ങൾ എത്ര കേട്ടതാണെന്ന് നമ്മൾ ചിന്തിക്കാൻ ഇടയാകും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ കുറിച്ച് എൻ്റെ ചിന്ത എനിക്കറിയാം. ധാരാളം വർഷങ്ങളായിട്ട് ദൈവവചനം കേൾക്കുന്നവരാണ്. അത്രയധികം വർഷങ്ങൾ നമ്മൾ ദൈവവചനം കേട്ട സ്ഥിതിക്ക് പരിചിതമായ വാക്യങ്ങളെല്ലാം നമുക്ക് വളരെ കാണാപ്പാടവുമാണ്. അതിനെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ഈ ഏപ്രിൽ 12-ാം തീയതി എൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായ ഒരു ദിവസമാണ്. 43 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറഞ്ഞ് അന്യഭാഷയിൽ ആരാധിച്ചത്. അത് ആ ദിവസമാണ് ഏപ്രിൽ 12. അങ്ങനെയാണെങ്കിൽ അന്ന് മുതൽ എത്രയോ ആത്മീക ചിന്തകൾ എൻ്റെ മനസ്സിൽ കയറി വന്ന് പ്രസംഗിക്കുകയും അത് ധ്യാനിക്കുകയും സഭയിൽ പറയുകയൊക്കെ ചെയ്തത് അനുഭവങ്ങൾ അന്ന് തൊട്ടേ ഉണ്ട്. ഇത്രയും വർഷങ്ങളായിട്ട് ഈ തിരുവചനം കേൾക്കുന്ന നമ്മളെപ്പോലെയുള്ള എല്ലാവർക്കും വളരെ പ്രയാസം തോന്നും, എങ്ങനെ കേട്ടിരിക്കുമെന്നൊക്കെ. കാരണം കാലം മാറും തോറും ചിന്താരീതികളും പ്രസംഗ ശൈലികളും മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം ശക്തമായി പ്രസംഗിക്കുകയാണെങ്കിലും അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആ പ്രസംഗം വെറുതെ വൃഥാവായി പോകും. ഈ കാലഘട്ടത്തിൽ പ്രസംഗത്തിൻ്റെ ശൈലിയൊക്കെ മാറിയിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട രീതി വന്നിരിക്കുന്നത് ഒരു വിമർശനാത്മകമായ രീതിയിൽ പ്രസംഗിക്കുകയാണെങ്കിൽ ഇന്ന് വളരെ താല്പര്യമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്ന രീതി ഇങ്ങനെയാണ്. പരിഹാസ പ്രസംഗങ്ങൾ ധാരാളം എഴുന്നേൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് സ്വയം പരിഹസിക്കുകയാണ്. നമ്മുടെ സമൂഹത്തെക്കുറിച്ചും നമ്മുടെ ആരാധനയെക്കുറിച്ചും നമ്മുടെ ജീവിത രീതികളെക്കുറിച്ചും ഒക്കെ ഇങ്ങ് പരിഹസിക്കുകയാണ്. ആ പരിഹാസം കേൾക്കുമ്പോൾ അത് എന്നോടല്ല, അത് അവനോടുള്ളതാണെന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷം തോന്നി ചിരിക്കുകയും ആനന്ദിക്കുകയൊക്കെ ചെയ്യുകയാണ്. പക്ഷെ സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ പോലും നമ്മൾ ഇരിക്കാൻ പോലും പാടില്ല. ആ സമയത്താണ് പരിഹാസവും കൊണ്ട് നടക്കുന്ന പ്രസംഗങ്ങൾക്ക് വളരെ മൂല്യം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആത്മീകമായി മുന്നേറേണ്ട വിഷയങ്ങളെക്കുറിച്ച് ചിന്തയിൽ കൊണ്ടുവരാതെ വിശാലൊരുക്കിയിരിക്കുന്ന തന്ത്രമാണ് ഈ പരിഹാസ വിഷയങ്ങൾ. അത് പരസ്പരം പറഞ്ഞ് ചിരിക്കുകയും പരിഹസിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് യാതൊരു പ്രയോജനവും കാണുന്നില്ല. മറ്റൊരു വിഷയം കർത്താവ് പറഞ്ഞത്, നമ്മുടെ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഈ നല്ല വിത്ത് വളരുന്നിടത്ത് കളയുമുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ കള ആരോടും പറിക്കാൻ പറഞ്ഞിട്ടില്ല, കള പറിക്കണ്ടെന്നാണ് പറഞ്ഞത്. ഈ കള പറിക്കുന്ന ഇത്തരം രീതികൾ വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നല്ല വിത്തിന് കേടുവന്നുകൊണ്ടിരിക്കുക എന്നല്ലാതെ ആത്മീകമായ മുന്നേറ്റം ഉണ്ടാകാത്ത ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നമ്മൾ തിരുവചനം ധ്യാനിക്കുകയും കേൾക്കുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഇവിടെ വായിച്ചത് ആ ധ്യാന വിഷയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യോടൊന്നും വളരെ പ്രാർത്ഥനയോടെ ഇരുന്നാൽ നിശ്ചയമായും നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒരു മാറ്റമുണ്ടാകുമെന്ന് ഞാൻ ആത്മാവിൽ പ്രത്യാശിക്കുകയാണ്. പരിശുദ്ധാത്മാവ് എന്നിൽ ഉത്തേജിപ്പിച്ചിരിക്കുന്ന ഈ തിരുവചന ധ്യാനം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അവിടെ പറഞ്ഞ ചിന്താഗതി ഇതാണ്, നമുക്ക് ആശയം കിട്ടിക്കാണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഒന്നാമത് നമ്മൾ വായിച്ചത് നല്ല പോർ പൊരുതണം എന്നതാണ്. പഴയ നിയമത്തിൽ നമ്മൾ വായിച്ചത് ഈ പടയിൽ പൊരുതേണ്ട എന്നാണ് പറഞ്ഞത്. ഇപ്പൊ നമുക്ക് ചിന്ത കിട്ടിക്കഴിഞ്ഞു. നാം പൊരുതേണ്ട പടകൾ ഏതാണ്, പൊരുതേണ്ടാത്ത പട ഏതാണ്, ഇതിനെക്കുറിച്ചാണ് ഇന്ന് ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്. നല്ല പോർ പൊരുതേണ്ട പടയും പൊരുതാൻ ആവശ്യമില്ലാത്ത പടയും എന്ന് പറഞ്ഞ പട എന്ന് പറഞ്ഞാൽ യുദ്ധം എന്നാണ് അതിൻ്റെ അർത്ഥം. യുദ്ധത്തിന്റെ മറ്റൊരു പദമാണെന്ന് മാത്രമേ ഉള്ളൂ. ഒരു പഴയ പദമാണ് പട എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ പൊരുതി യുദ്ധം ചെയ്യേണ്ട മേഖലകളുണ്ട്, നമ്മൾ ഒരിക്കലും പൊരുതി യുദ്ധം ചെയ്യാൻ പാടില്ലാത്ത മേഖലകളുണ്ട്. നമ്മളെ നിർത്തിയിരിക്കുന്നത് എന്തായാലും ഈ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ വലിയ പോരാട്ടമുള്ള മേഖലയാണ്. അവിടെ പൗലോസ് പറയുന്നത്, ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ പ്രത്യേകം നമ്മൾ ഓർക്കേണ്ട കാര്യം, ഓട്ടം തികയ്ക്കുവാനും വിശ്വാസം കാക്കാനും ഒരു വിശ്വാസി തീരുമാനിച്ചാൽ ആ വിശ്വാസിക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റില്ല. നന്നായി പൊരുതി ജയിച്ച് മാത്രമേ, നന്നായി യുദ്ധസേവ ചെയ്ത് മാത്രമേ വിജയിക്കാൻ കഴിയുള്ളൂ എന്നാണ് പൗലോസ് അവിടെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ വിശ്വാസം കാക്കാൻ പൊരുതേണ്ട നല്ലൊരു സന്ദർഭമാണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ. വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ നന്നായി പോരാടണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓട്ടം ഒന്ന് തികയ്ക്കണ്ടേ. വളരെ ദുരിതഭൂമിയിലൂടെ അല്ലെങ്കിൽ യുദ്ധഭൂമിയിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ സംബന്ധിച്ച് യുദ്ധമുണ്ട്, പോരാട്ടമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടെ ചിന്തിക്കേണ്ടതാണ്. 2 കൊരിന്ത്യർ 10:4 പറയുന്നത്, നിങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീയങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അപ്പോ ഈ യുദ്ധത്തിന് വേണ്ടി നമ്മുടെ കയ്യിൽ ശക്തമായ ആയുധങ്ങൾ തന്നിട്ടുണ്ട്. അത് കോട്ടയൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇടിച്ചു തകർത്ത് നല്ല ശക്തിയുള്ള ആയുധങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഇതൊക്കെ തന്നിട്ട് തന്നെയാണ് പടയിൽ നിർത്തിയിരിക്കുന്നത്. എന്നാലും നമ്മൾ പടയിൽ പൊരുതിയേ പറ്റുള്ളൂ. പിന്മാറിപ്പോയാൽ നമ്മുടെ പിന്നിൽ അമ്പ് വന്ന് തറയ്ക്കും, ദുഷ്ടന്റെ തീയമ്പ് വന്ന് തറയ്ക്കും, നമ്മൾ പട്ടുപോകും. പടയിൽ പട്ടുപോകരുത്, ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടു പോകരുത്. അപ്പോ പഴയ നിയമത്തിൽ വായിച്ചു, നമുക്ക് ആ ചരിത്രം പരിചയമുണ്ട്. യഹോശഫാത്തിന്റെ ഒരു ചരിത്രമാണ്. അവിടെ പറയുന്നത്, യഹോശഫാത്തിന് ചുറ്റും അവൻ പ്രാർത്ഥനയിലൊക്കെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്, എല്ലാ രീതിയിലും അവനൊന്ന് മാനസാന്തരപ്പെട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്താണ് യുദ്ധം വന്നത്. സെയീർ പർവ്വത നിവാസികളും ഒരു 2-3 കൂട്ടരും ഒക്കെ കൂടെ ഒരുമിച്ച് ചേർന്ന് അവന് നേരെ പടപൊരുതി വന്നപ്പോൾ അവൻ പ്രാർത്ഥിച്ചതാണ്. ആ പ്രാർത്ഥിച്ച സമയത്ത് ഒരു പ്രവാചകൻ വന്ന് ദൂത് പറഞ്ഞു, നിങ്ങൾ ഈ പടയിൽ പൊരുതണ്ട, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. അതുകൊണ്ട് പൊരുതണ്ട എന്ന് പറഞ്ഞ് അവർ മുന്നോട്ട് പോവുകയും അവർക്ക് കിട്ടിയ വലിയ കൊള്ളയുടെ അനുഭവങ്ങളും നന്മകളും വളരെ വലുതാണ്. അപ്പോൾ ചില മേഖലകളിൽ നമ്മൾ പൊരുതേണ്ട എന്ന് കർത്താവ് നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ ചിലത് പെട്ടെന്ന് വേഗത്തിൽ പറയാം, വിശദീകരണം കൂടാതെ പറയാം, നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ പൊരുതേണ്ട ആവശ്യമില്ലാത്ത ചില പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. അതിലൊന്നാണ്, എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ നമ്മൾ പൊരുതേണ്ട ആവശ്യമില്ല. എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ കർത്താവ് ചെയ്തതുപോലെ നമ്മൾ മൗനമായിരിക്കണം. അവിടെ നമ്മൾ പൊരുതേണ്ട ആവശ്യമേ ഇല്ല, അവിടെ നമ്മൾ പൊരുതാൻ പാടില്ല. 2 എബ്രായ ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ചൊരു കാര്യം പറയുന്നുണ്ട്, വസ്തുക്കളുടെ അപകാരം സന്തോഷത്തോടെ സഹിച്ചു എന്ന് പറയുന്നത്. വസ്തുക്കളുടെ അപകാരം വരുന്ന സമയത്ത് അതിനുവേണ്ടി നമ്മൾ പൊരുതേണ്ട, അത് അവർ കൊണ്ടക്കോട്ടെ എന്ന് പറയാൻ നമ്മൾ കഴിയണം. അതൊന്നുമല്ല നമ്മൾ പൊരുതേണ്ടത്, അവിടെ നമ്മൾ പൊരുതേണ്ട ആവശ്യമില്ല. അപ്പോൾ 1, എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ നമ്മൾ പൊരുതേണ്ട. 2, വസ്തുക്കളുടെ അപകാരം നടക്കുന്ന സമയത്ത് പൊരുതേണ്ട. 3, റോമലേഖനത്തിൽ പറയുന്നത്, ലോകം നമ്മളെ കാണുന്നത് അറുക്കാൻ കൊണ്ടുപോകുന്ന ആടുകളെ പോലെയാണ് എണ്ണിയിരിക്കുന്നത്. നമുക്ക് മാനവും സ്ഥാനവും അല്ലെങ്കിൽ അംഗീകാരവും ലഭിക്കാതെ വരുമ്പോൾ അതിനുവേണ്ടി, സ്ഥാനത്തിന് വേണ്ടിയോ മാനത്തിന് വേണ്ടിയോ അംഗീകാരത്തിന് വേണ്ടിയോ നമ്മൾ പൊരുതി പോരാടേണ്ടത് ആവശ്യമേ ഇല്ല. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമുക്കും അംഗീകാരം വേണം, നമുക്കും അവകാശമുണ്ടെന്നൊക്കെ പറഞ്ഞ് സമരവും ധർണയും വരെ നടത്തുവാനായിട്ട് ആളുകൾ രംഗത്ത് വന്നൊരു കാലഘട്ടമാണ്. കർത്താവ് പറഞ്ഞത് അങ്ങനെ നിങ്ങൾ പൊരുതണ്ട എന്നാ പറഞ്ഞിരിക്കുന്നത്. പൊരുതണ്ട, ആ കാര്യത്തിൽ നമ്മൾ പൊരുതണ്ട എന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മളെ ലോകം അങ്ങനെ എണ്ണുള്ളൂ, വറക്കാൻ കൊണ്ടുപോകുന്ന ആടുകളെ പോലെ എണ്ണുകയുള്ളൂ. അതുകൊണ്ട് ആ കൊല്ലാൻ കൊണ്ടുപോകുന്ന ആടിനെ എങ്ങനെ ഉപദ്രവിക്കുമോ അതുപോലുള്ള ഉപദ്രവങ്ങളും പ്രതിസന്ധികളും എല്ലാം നമ്മൾ നേരിടും. ആ സമയത്ത് മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയുള്ള അനുഭവമാണ് നമുക്ക് വേണ്ടതെന്ന് കർത്താവ് നമ്മെ കാണിച്ചു തന്നിട്ടുണ്ട്. ആ മാതൃക പിന്തുടർന്നു പോകണമെന്നല്ലാതെ ആ വിഷയത്തിൽ നമ്മൾ പൊരുതേണ്ട ആവശ്യമില്ല. മറ്റൊന്ന്, 4ാമത് കാണാനായിട്ട് കഴിയുന്നത്, ഒറ്റിക്കൊടുക്കുന്ന വിഷയങ്ങൾ വരാം. യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തത് നമുക്കറിയാം, യൂദയെ ഒറ്റിക്കൊടുത്തു. അതിനുവേണ്ടി പൊരുതേണ്ട കാര്യമില്ല, അങ്ങനെയല്ലെന്നൊക്കെ പറഞ്ഞ് വാദിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒറ്റിക്കൊടുക്കുന്ന വിഷയത്തിൽ നമ്മൾ ഒരിക്കലും പൊരുതേണ്ട ആവശ്യമില്ല. 5ാമത് പറയുകയാണെങ്കിൽ, ഒറ്റിക്കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് മറ്റൊന്നാണ്, ഒറ്റപ്പെടുത്തുന്ന വിഷയങ്ങൾ വരാം. നമ്മളെ ഒറ്റപ്പെടുത്താം. ജോസഫിനെ ഒറ്റപ്പെടുത്തി, സഹോദരന്മാരെ ഒറ്റപ്പെടുത്തി, അവനെ വേണ്ട, അവനെ ഇങ്ങ് ത്യജിച്ചു കളയാണ്. ദാവീദിനെ ഒറ്റപ്പെടുത്തി, അവനെ വേണ്ട, അത് തിരിച്ചു കയറാൻ വേണ്ടി, അവരെ മുന്നിൽ ആളാവാൻ വേണ്ടി ഒന്നും നീ പൊരുതേണ്ട കാര്യമില്ല.
അത് ദൈവം ഏറ്റെടുത്തോളൂ. ജോസഫിനെ പൊരുതേണ്ട ആവശ്യം വന്നില്ല, ദാവീദിന് പൊരുതേണ്ട ആവശ്യം വന്നില്ല. അവരെ എല്ലാവരിലും മാന്യനാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ, ദൈവമക്കളെ, അത്തരം ഒറ്റപ്പെടുത്തുന്ന വിഷയങ്ങൾ വരുമ്പോ ജയിച്ചു കയറാൻ പരിശ്രമിക്കരുത്. അത് നമ്മുടെ രീതിയല്ല. ദൈവമക്കൾ അത്തരം കാര്യങ്ങളിൽ പൊരുതരുത്. ഒരിക്കലും പോരാടി ജയിക്കാൻ നിൽക്കരുത്. ആറാമത് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ നിന്ദിക്കപ്പെടുമ്പോൾ, അപമാനിക്കപ്പെടുമ്പോൾ നമ്മൾ പൊരുതേണ്ട. ആ അപമാനത്തിനെതിരായി ശക്തമുയർത്തി നമ്മളെ ആരോപണം പറഞ്ഞ്, പ്രത്യാരോപണം പറഞ്ഞ് അതിന് മറുപടി കൊടുത്ത് നമ്മൾ പൊരുതേണ്ട ഒരു ആവശ്യവുമില്ല. നമ്മൾ മിണ്ടാതിരിക്കണം. അതിന് ഉദാഹരണങ്ങൾ ഞാൻ പിന്നീട് പറയുമ്പോൾ മനസ്സിലാകാനായിട്ട് കഴിയും. അവിടെ ഞാൻ വിശദീകരിക്കുന്നില്ല. ഏഴാമത് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവ് പറഞ്ഞത് നമ്മളെ ചിലപ്പോൾ ന്യായവിസ്താരത്തിൽ കൊണ്ടുപോകും. കോടതികളിൽ, പോലീസ് സ്റ്റേഷനിലൊക്കെ നമ്മൾ കൊണ്ടുപോകും. അപ്പോൾ എന്ത് പറയണമെന്ന് ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട. പരിശുദ്ധാത്മാവ് ആ സമയത്ത് വരുന്ന പറഞ്ഞത്. നമ്മൾ അതിനുവേണ്ടി പ്രിപ്പറേഷൻ നടത്തുകയോ ഒരു വക്കീലിനെ ഹയർ ചെയ്യുകയോ ഒന്നും വേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നമ്മൾ പൊരുതേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ 6-7 കാര്യത്തിൽ നമ്മൾ പൊരുതേണ്ട ആവശ്യമേ ഇല്ല. എന്നാൽ അടുത്തൊരു 7 കാര്യങ്ങൾ പുതിയ നിയമത്തിൽ നിന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. പടയെക്കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞാൽ, പഴയ നിയമം തൊട്ട് അവസാനിക്കുന്ന വരെ നോക്കിക്കഴിഞ്ഞാൽ, വെളിപ്പാട് പുസ്തകം വരെ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം യുദ്ധങ്ങളും പടയും കാണാനായിട്ട് കഴിയും. ഇസ്രായേൽ യുദ്ധങ്ങൾ നമുക്കറിയാം. അവരുടെ യാത്ര മുഴുവൻ അവര് ഓരോ പടം നയിച്ചതും അതിനെക്കുറിച്ചൊക്കെ ധ്യാനിക്കാൻ പോയ ധാരാളം കാണും. അതൊക്കെ പലപ്പോഴും നമ്മൾ കേട്ട് കാണും. അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല, സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്, പുതിയ നിയമത്തിൽ നമ്മോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോടുള്ള ബന്ധത്തിൽ, ദൈവമക്കളോടുള്ള ബന്ധത്തിൽ നമ്മൾ പൊരുതേണ്ട ചില പടകളുണ്ട്. വളരെ ശ്രദ്ധേയമായ ചില ചിന്തകളുണ്ട്. അതൊരു 6-7 കാര്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ചിലതിനെ ഒന്ന് വിശദീകരിക്കാനും ദൈവമക്കളോട് പറഞ്ഞു മനസ്സിലാക്കാനുമായിട്ട് ശ്രമിക്കുകയാണ്. വളരെ ശ്രദ്ധയോടെ ഇരുന്നാൽ തീർച്ചയായും നമുക്കിത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഒന്നാമത് നമുക്ക് വായിക്കാനായിട്ട് പോകുന്നത്, നമുക്ക് പൊരുതേണ്ട പടകൾ ഏതൊക്കെയാണ്. അതിൽ ഒന്നാമത് 2 Corinthians 10:4 തന്നെ താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നത്, ഞങ്ങളുടെ ഓരിന്റെ ആയുധങ്ങളോ ജഡീയങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി എന്നാണ് അവിടെ വായിക്കുന്നത്. അപ്പോൾ നമ്മൾ പിടിച്ചടക്കി ജയിക്കേണ്ട, അല്ലെങ്കിൽ ഇടിച്ചു കളഞ്ഞ് ജയിക്കേണ്ട ഏറ്റവും ശക്തമായ പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ, ആത്മീകമായി മുന്നേറാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ച് ഏറ്റവും ശക്തമായ പോരാട്ടമുള്ള മേഖല എന്താണെന്ന് ചോദിച്ചാൽ സങ്കല്പവും വിചാരങ്ങളുമാണ്, അല്ലെങ്കിൽ ഇമാജിനേഷനും തോട്ടുകളുമാണ്. ഇവിടെ നമ്മൾ ജയിക്കണം. ആത്മീകമായി നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ശക്തമായി പൊരുതി ജയിക്കേണ്ട, അവിടെ പറഞ്ഞിങ്ങനെയാണ്, പിടിച്ചടക്കി ഇടിച്ചു കളഞ്ഞ് ജയിക്കേണ്ട ഒരു വലിയ പോരാട്ട മേഖലയാണ് നമ്മുടെ സങ്കല്പവും വിചാരങ്ങളും. നമ്മുടെ ഇമാജിനേഷനിൽ വരികയാണ്. അതായത് നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഒരു ചെറിയ പ്രശ്നമാ, ഒരു ചെറിയ തലവേദന വന്നാൽ തലയിൽ ബ്രെയിൻ ട്യൂമർ ഉണ്ടോ എന്നൊരു സംശയം. നമ്മളങ്ങ് ഇമാജിൻ ചെയ്യുക. ഒരു കൈയിനൊരു വേദന വന്നാൽ മതി, ഇത് വാദത്തിന്റെ ആണോ അതോ ആർത്രൈറ്റിസ് ആണോ, അങ്ങനെ നമ്മളങ്ങ് ഡോക്ടർമാരും വൈദ്യന്മാരും ഒക്കെ ആയി അങ്ങ് തീരുമാനിക്കും. അങ്ങനെ ഉണ്ടാകുന്ന കുറെ സങ്കല്പങ്ങൾ, അതിന് നമ്മൾ ഇടിച്ചു കളഞ്ഞേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? ജയം കിട്ടില്ല. ദൈവമക്കളെ, അത്തരം കാര്യങ്ങളിൽ നമ്മൾ ജയം കിട്ടണമെങ്കിൽ അതിനെയൊക്കെ ഇടിച്ചു കളയണം. അങ്ങനെയല്ല, എന്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ലെന്നും എന്റെ ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ലെന്നും പറഞ്ഞുകൊണ്ട് ഈ വേദന യേശുവിന്റെ നാമത്തിൽ നീങ്ങി മാറട്ടെ എന്ന് പറയാൻ മനസ്സിലൊരു ഒരുക്കം വരാതെ പറഞ്ഞാൽ വിജയിക്കില്ല. എന്നാൽ അതിനെ ഇടിച്ചു കളഞ്ഞ് ജയിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ തീർച്ചയായും നമുക്ക് വിജയം കിട്ടും. ദൈവമക്കളെ, ഇതിന് നമുക്ക് ജയിക്കാൻ വളരെ പാടാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ തോട്ടുകൾ, നമ്മുടെ ചിന്തകള് വളരെ വലിയ ചിന്തകളാണ്. ചിന്താഭാര, അങ്ങ് ഭാരം എടുത്തു വെച്ചിരിക്കുക. എന്താകും, എന്ത് തിന്നും, എന്ത് കുടിക്കും, കർത്താവ് തന്നെ പറഞ്ഞു. നമ്മളങ്ങ് ഭാരപ്പെടുകയാ, ചിന്തിച്ച് ഭാരപ്പെടുകയാ, വിചാരങ്ങളാൽ അങ്ങ് കുഴങ്ങിയിട്ട് വിചാരപ്പെട്ട് കുഴങ്ങുന്ന അനുഭവങ്ങൾ. ഇത് ഈ ആത്മീക മണ്ഡലത്തിലെ വലിയ പരാജയം ഉണ്ടാക്കുന്ന മേഖലയാണ്. അവിടെ നമ്മൾ ജയിക്കണം. എങ്ങനെ ജയിക്കാൻ പറ്റുന്നതെന്ന് അറിയോ? ദൈവമക്കൾ ഉറപ്പായും മനസ്സിലാക്കണം, നമ്മുടെ പേര് ദൈവമക്കൾ എന്നാ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? നമുക്കൊരു അപ്പൻ ഉണ്ടെന്ന് ഓർക്കണം. അത് നമ്മൾ മറന്നു പോവുകയാ. കർത്താവ് പഠിപ്പിച്ചൊരു കാര്യമാണ്, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ്. ആ ചിന്ത മനസ്സെന്ന് പോകുമ്പോൾ നമ്മൾ അനാഥരായിട്ടും അശരണനായിട്ടും മാറിയിട്ട് വിഷമിക്കുക, അപ്പം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ തരുന്നൊക്കെ ഓർത്ത്. നമുക്കുള്ള പിതാവ് ആരാണെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. സ്വർഗസ്ഥനായ പിതാവിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അവനെപ്പോലെ സമ്പന്നൻ ആരെങ്കിലും ഉണ്ടോ? ആ അപ്പന്റെ മകനാണ്, മകളാണെന്നുള്ള ബോധ്യത്തോടുകൂടെ എൻ്റെ അപ്പൻ എനിക്ക് ദോഷങ്ങളാൽ ഒന്നും വിചാരിക്കാത്തവനാണ്,
നല്ല ദാനങ്ങളെ തരുവാൻ ആഗ്രഹിക്കുന്ന അപ്പനാണ്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഈ അപ്പനെ കുറിച്ചുള്ള ചിന്ത നമ്മളെ ഭരിക്കാത്തടത്തോളം കാലം നമ്മൾ പരാജയപ്പെടുക. ഇവിടെയാണ് നമ്മൾ ഇത്തരം ചിന്തകൾ വരുമ്പോൾ ആ ചിന്താവിചാരങ്ങളെ ഇടിച്ചു കളഞ്ഞ് സങ്കല്പങ്ങളെ പിടിച്ചടക്കി നമ്മൾ ജയിച്ചേ പറ്റൂ. യുദ്ധം ജയിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മേഖല എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എന്നും പറയും, ആത്മീയരുടെ ദൈവമക്കളെ സംബന്ധിച്ച് ജയിക്കാൻ തീരുമാനിച്ചോ, ആദ്യം ജയിക്കേണ്ട പട ഇതാണ്, ആ യുദ്ധഭൂമി ഇതാണ്. നമ്മുടെ ചിന്താമണ്ഡലത്തിലുള്ള സങ്കല്പവും വിചാരവും ഇമാജിനേഷൻ തോട്ടിനെയും ജയിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. നമ്മളങ്ങ് ചിന്തിച്ചു കൂട്ടുന്നത് വളരെ വലുതാണ്. ഇത് പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ ശത്രുവാണ് ഇന്ന് ഞാൻ കാണുകയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കും, പാസ്റ്ററെ പറഞ്ഞു തെറ്റിയില്ലേ, അതിലും വലിയ ശത്രുവല്ലേ പിശാച്. ശരിയാണെന്നേ, ഞാൻ അതിന് 2ാം സ്ഥാനം കൊടുത്തിട്ടുള്ളൂ, 1ാം സ്ഥാനം കൊടുക്കില്ല. ഇവിടെ ജയിച്ചാൽ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ജയിക്കാൻ പറ്റും. രണ്ടാമത് പറയുന്നത് അത് തന്നെയാണ്. എഫേസ്യ ലേഖനം 6:12 പറയുന്നത്, രണ്ടാമത്തെ പോരാട്ടം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാലത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. നമുക്ക് പരിചിതം തന്നെ, സംശയിക്കേണ്ട. നമുക്ക് പോരാട്ടമുള്ള ശക്തമായ മേഖലയാണ് പൈശാചിക മേഖലകൾ. അവിടെ പറഞ്ഞിരിക്കുന്ന പേരുകളെല്ലാം ദുഷ്ടാത്മസേനകളുടെ പേരാണ്. വാഴ്ചകൾ വാഴുകയാണ്, രോഗം കൊണ്ടുവന്നങ്ങ് വാഴും, മാറാ രോഗങ്ങൾ വരുന്ന സമയങ്ങൾ. അധികാരങ്ങൾ, ചില ആധിപത്യങ്ങൾ എടുത്തുകൊണ്ട് ഉയർത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയില്ലെന്നൊക്കെ പറഞ്ഞ് ആധിപത്യം പറയുന്ന ചില പൈശാചിക സേനകൾ. അതുപോലെ അന്ധകാരത്തിന്റെ സേനകൾ നിന്നെ കൂരിട്ടുണ്ടാക്കി ഒരു അന്ധകാരത്തിൽ അടച്ച് ഒരു പ്രകാശം ലഭിക്കാതെ, ഒരു സന്തോഷം ലഭിക്കാതെ നിരാശയെ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടപ്പോരുകളുണ്ട്. അതുപോലെ തന്നെയാണ് ദുഷ്ടാത്മസേന. അവിടെ 4 കൂട്ടം പേരാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാം. എങ്ങനെ ഏറ്റവും അധികം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, എങ്ങനെ ജയിക്കാൻ കഴിയുമെന്ന് ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്ന മേഖല ഇത് തന്നെയാണ്, സംശയിക്കേണ്ട. അത് ഞാൻ വിശദീകരിക്കാം. ആദ്യമായിട്ട് നമ്മുടെ പോരാട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് പറയാം. കാരണം എല്ലാ വിഷയങ്ങളെ കുറിച്ചും സംസാരിപ്പാൻ ചിന്തിപ്പാൻ ഇന്ന് സമയം ലഭിക്കില്ല. അതുകൊണ്ട് ഏതാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് വലിയൊരു ആകാംക്ഷ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ അതെല്ലാം പറയാം. അപ്പോൾ 2ാമത്തെ മേഖല സംശയിക്കേണ്ട, സാത്താനോടും അവന്റെ സൈന്യത്തോടും തന്നെയാണ് നമ്മുടെ പോരാട്ടമുള്ളത്. 3ാമത്തത് കൊലോസ്യ ലേഖനം 4:12 പറയുന്നു. കൊലോസ്യ ലേഖനം 4:12 അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയം പ്രാപിക്കേണ്ടതിന് പ്രാർത്ഥനയിൽ പോരാടണം. 3ാമത്തെ അതിപ്രധാനമായ മേഖലയിൽ ഒരു പോരാട്ട ഭൂമി ഏതാണെന്ന് അറിയാമോ? നമുക്ക് ദൈവഹിതം സംബന്ധിച്ച് അറിയില്ല. ദൈവഹിതം സംബന്ധിച്ച് ഒരു പൂർണ്ണ നിശ്ചയം കിട്ടില്ല. അതുകൊണ്ട് തന്നെ പലരും എന്ത് ചെയ്യുന്നത് അറിയോ, ആ പാസ്റ്ററെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിക്കും, ഈ പാസ്റ്ററെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിക്കും, എന്നിട്ട് ചോദിക്കും, അവരുടെ അഭിപ്രായം ചോദിക്കും, ഇവരുടെ അഭിപ്രായം ചോദിക്കും, എന്നിട്ടും പൂർണ്ണ നിശ്ചയം കിട്ടില്ല. അവസാനം പോയി ദൈവഹിതമില്ലാത്ത ഒരു കാര്യത്തിൽ പോയി പെട്ട് പ്രതിസന്ധിയിൽ അകപ്പെടുന്നത് സ്വാഭാവികമായി സംഭവിക്കാറുള്ള കാര്യം. അവിടെ പൗലോസ് അതിന്റെ പരിഹാരം പറഞ്ഞിട്ടുണ്ട്. ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയം ലഭിക്കണമെങ്കിൽ നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ച് പോരാടണം. ദൈവഹിതം എനിക്ക് വെളിപ്പെടുന്നത് വരെ ഞാൻ പ്രാർത്ഥിച്ചേ പറ്റൂ. അല്ലാതെ ഒരു വരി പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയല്ല, നീ തന്നെ പോരാടണം. ഈ പടയിൽ നീ പൊരുതിയേ പറ്റുള്ളൂ. ഇതിൽ നീ പൊരുതാതിരിക്കാൻ പറ്റില്ല. നമ്മൾ പൊരുതിയേ പറ്റൂ. എങ്ങനെയാ? ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയം പ്രാപിക്കണമെങ്കിൽ പൊരുതിയേ പറ്റുള്ളൂ. അതല്ലേ റോമാലേഖനം 12:2 പറയുന്നത്. റോമൻസ് 12:2 എപ്പോഴും ഓർക്കേണ്ട നമ്മുടെ ഒരു ക്യാപ്സ്യൂളാണ്. എല്ലാ ദിവസവും കഴിക്കേണ്ട ഒരു ഗുളികയായിട്ട് പറയുന്ന ഒരു ഭാഗമാണ് റോമൻസ് 12:2. അത് നമ്മൾ എപ്പോഴും ഓർക്കണം. ഈ ലോകത്തിന് അനുരൂപപ്പെടരുത്. ദൈവഹിതം മനസ്സിലാക്കണമെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ 3 പറയുന്നുണ്ട്. ഒന്ന്, ലോകത്തിന് അനുരൂപപ്പെട്ട് നമ്മൾ ചിന്തിച്ചാൽ ദൈവഹിതമൊന്നുമില്ല. ലോകത്തിന് അനുരൂപപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം അത് ദൈവത്തിന് ഹിതമുള്ള കാര്യമില്ല. ലോകം ഓടുന്ന ഓട്ടത്തിലല്ല നമ്മൾ പോകേണ്ടത്. വചനം പറയുന്നതിനനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ ലോകക്കാരെല്ലാവരും ചെയ്യുന്നതല്ലേ എന്ന് പറഞ്ഞ് അത് ദൈവഹിതമാണെന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിക്കൊന്നും വേണ്ട. നീ ഒന്നും മനസ്സിലാക്കാതെ അത് ലോക മനുഷ്യർ ചെയ്യുന്നൊരു കാര്യമാണ്. ലോകത്തിന് അനുരൂപപ്പെട്ട് നീ പോകരുത്. 2ാമത് നിങ്ങൾ മനസ്സ് പുതുക്കണം. 3ാമത് രൂപാന്തരപ്പെടണം. എന്നാൽ പറയുന്ന ഈ 3 സ്റ്റെപ്പ് ചെയ്യാതെ ദൈവഹിതം മനസ്സിലാകില്ല. എന്നാൽ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയും. അപ്പൊ ദൈവഹിതം തിരിച്ചറിയണമെങ്കിൽ പ്രാർത്ഥനയിൽ പോരാടുമ്പോൾ 3 കാര്യം ചെയ്തു വേണം പ്രാർത്ഥിക്കാൻ. ഒന്ന്, ലോകത്തോട് അനുരൂപപ്പെടാതെ, ഏതൊക്കെ മേഖലയിലാണ് നമ്മൾ അനുരൂപപ്പെട്ടിരിക്കുന്നത് അതിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറി പ്രാർത്ഥിക്കണം. 2, മനസ്സ് പുതുക്കി പ്രാർത്ഥിക്കണം. എന്താ മനസ്സ് പുതുക്കേണ്ടത്? നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ചിലത് നമ്മളെ സങ്കല്പിച്ചു വെച്ചിട്ടുണ്ട്. ഈ വിഷയത്തില് കർത്താവെ അങ്ങ് പ്രവർത്തിക്കാൻ സാധ്യതയില്ല എന്നൊക്കെ സങ്കല്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറ്റില്ല. എൻ്റെ കർത്താവ് പ്രവർത്തിക്കും. കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. എൻ്റെ ദൈവം ശക്തനാണ്.
അവൻ എൻ്റെ അപ്പനാണ്, അപ്പൻ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല എന്ന കാര്യങ്ങൾ മനസ്സിലാക്കി വ്യക്തമാക്കി ചിന്തിച്ചുകൊണ്ട് മനസ്സ് പുതുക്കി പ്രാർത്ഥിക്കണം. അവിടെയൊക്കെയാണ് ജയിക്കാൻ വളരെ പാട്. നമ്മൾ വെറുതെ ഒരു പ്രാർത്ഥന നടത്തിയെന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി പ്രാർത്ഥനയിൽ ജയിക്കാൻ മനസ്സ് പുതുക്കിയേ പറ്റുള്ളൂ. എന്നിട്ട് പ്രാർത്ഥിക്കണം. അതിനാണ് ഈ പോരാട്ടം വരുന്നത്, അതിനാണ് ഈ ബുദ്ധിമുട്ടുള്ളത്. യുദ്ധത്തിന്റെ ടഫ്നെസ് വരുന്നത് അവിടെയാണ്. അടുത്തത് പറയുന്നത് രൂപാന്തരപ്പെടണം. നമ്മൾ കുറേ രൂപാന്തരപ്പെടണം, കുറെ ഏറ്റുപറയേണ്ടിയൊക്കെ വരും. അത്തരം മേഖലകളുണ്ട്. അവിടെയാണ് നമ്മൾ കൂടുതൽ രൂപാന്തരപ്പെടേണ്ട മേഖലകൾ. എന്നിട്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയിൽ പോരാടി ജയിക്കണം. എന്തിനാ പോരാടി ജയിക്കേണ്ടത്? ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ. ഈ കാലഘട്ടത്തിൽ എൻ്റെ തലമുറയെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണ് അറിയില്ല ചിലർക്ക്. അത് പ്രാർത്ഥിച്ച് മനസ്സിലാക്കാൻ കഴിയണം. ഇന്ന വഴിയിലൂടെ അവളെ കൊണ്ടുപോകണം, ഇന്ന കോഴ്സിലാണ് ചേർക്കേണ്ടത് അറിയില്ല. അവളുടെ ഭാവി വരൻ ആരായിരിക്കണം അതിനെക്കുറിച്ച് അറിയില്ല. അതിന്റെ ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കി അവരോട് പറഞ്ഞു കൊടുക്കാൻ കഴിയത്തക്കവണ്ണം നമ്മൾ പ്രാർത്ഥനയിൽ പോരാടി മനസ്സിലാക്കണം. എന്തുകൊണ്ട് ജോലിയിൽ പരാജയം സംഭവിക്കുന്നു, എന്തുകൊണ്ട് എൻ്റെ സ്ഥിതി ഇങ്ങനെ വന്നിരിക്കുന്നു, ഇവിടെ ദൈവഹിതം എന്താ, ഞാൻ ഇങ്ങനെ ഇരിക്കണമോ, എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയണമോ എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പ്രാർത്ഥനയിൽ പോരാടണം. പ്രാർത്ഥനയിൽ പോരാടുമ്പോൾ 3 സ്റ്റെപ്പ് എടുത്തു വേണം പ്രാർത്ഥിക്കാൻ. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം, പറയാൻ എളുപ്പമാ. പക്ഷെ നമ്മൾ ഇത്തിരി സ്ട്രെയിൻ എടുത്ത് ആ യുദ്ധത്തിൽ ജയിച്ചേ പറ്റൂ. അതാണ് 3ാമത്തെ യുദ്ധം. 4ാമത്തെ യുദ്ധം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഈ എല്ലാ യുദ്ധങ്ങളും സംശയിക്കേണ്ട, അത് മാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ കണ്ട എല്ലാ പോരാട്ടത്തെ കുറിച്ച് ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വേദപുസ്തകത്തിൽ കാണുന്ന എല്ലാ പോരാട്ടങ്ങളും പറയാനല്ല, അതിപ്രധാനമായ 7 പോരാട്ടങ്ങളെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് 4ാമത്തതും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇബ്രാഹിം ലേഖനം 12:4 ഹിബ്രു ചാപ്റ്റർ 12:4 അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. ഈ പോരാട്ടം ശക്തമാണ്. പാപത്തോട് പോരാടാൻ, പാപം ചെയ്യാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് നല്ല ബോധ്യമുണ്ട് നമ്മൾ ഏതൊക്കെ മേഖലയിലാണ് പരാജയപ്പെടുന്നത്. കോപിഷ്ടം അല്ലെ, കോപിക്കുന്നവനാണെങ്കിൽ ആ സ്വഭാവത്തിൽ നിന്ന് ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ ഒരുതൊന്നുമില്ല, മിണ്ടാതിരിക്കില്ല, ആവശ്യമില്ലാത്തതിലൊക്കെ കയറി ഇടപെടും, അങ്ങ് സംസാരിക്കും, 2 അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ സ്വസ്ഥതയില്ല. അത് വളരെ ബുദ്ധിമുട്ടാണ്. അവിടെയൊക്കെ ജയിച്ചേ പറ്റുള്ളൂ. അവിടെ പറയാണ് പ്രാണത്യാഗത്തോളം. അവരങ്ങ് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും ഞാൻ ചത്താലും വേണ്ടില്ല എന്ന് പറഞ്ഞ് ചിലതൊന്ന് ഒഴിഞ്ഞിരിക്കണം. ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞിരിക്കാനൊക്കെ വളരെ പാടാണ്. ചെന്ന് പെടുകയാണ്. കോപം, ക്രോധം, ഈർഷ്യ, വായിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ചേർച്ചയല്ലാത്തത്, എത്ര വിഷയങ്ങളാണ് നമ്മൾ ജയിക്കാൻ കിടക്കുന്നതെന്ന് അറിയാമോ? അവിടെ പറയാണ് ആ പോരാട്ടം ശക്തമാണെന്ന് പറയുന്നത്, ജീവൻ പോകാൻ സാധ്യതയുള്ള പോരാട്ടം എന്ന് പറയുന്നത്. പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്ന് പോരാടേണ്ടതാണ്, ഡിഫെൻഡ് ചെയ്യേണ്ട മേഖലയാണിത്. ഡിഫെൻഡ് ചെയ്ത് പൊരുതേണ്ട ഒരു മേഖലയായിട്ടാണ് പറയുന്നത്. അതായത് ഡിഫെൻഡ് ചെയ്യണം. അതിന് അങ്ങ് എതിർത്ത് അതെന്താ എതിർക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. ഈ പാപത്തിന്റെ പിന്നിലുള്ള ശക്തി എന്താണെന്ന് ചോദിച്ചാൽ പ്രലോഭനമാണ്, നമ്മെ പ്രേരിപ്പിക്കുന്ന. അല്ലെങ്കിൽ സാധാരണ ദേവദാസന്മാരൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വിഷയമുണ്ട്, 3 സ എന്ന് പറയാറുണ്ട്. സാഹചര്യം, സമ്മർദ്ദം, സമ്മതം എന്നീ 3 മേഖലയിലെ ഇത് 3 കൂടെ ഒത്തുവന്നാൽ പാപത്തിൽ വീഴുന്ന പറയുന്നത്. അപ്പൊ അതിലെ ഒന്ന് നമ്മളെ ഒഴിവാക്കിയേ പറ്റൂ. സമ്മർദ്ദം ഉണ്ടായാൽ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ ഓടിപ്പോകണം, അപ്പൊ നമ്മൾ ജയിക്കും. സമ്മതം കൊടുക്കാതിരുന്നാൽ നമ്മൾ ജയിക്കും. പക്ഷെ 3 നമ്മൾ പെട്ടുപോയാൽ തീർത്തു, പാപത്തിൽ വീഴും. അവിടെയാണ് ചത്താലും വേണ്ടില്ല എന്ന് പറഞ്ഞ് ശ്വാസമുട്ട് അനുഭവിക്കും, വിമ്മിഷ്ടം അനുഭവിക്കും ഈ പ്രലോഭനത്തെ അതിജീവിക്കാൻ. അത്ര വലിയ പ്രലോഭനം വരും. അങ്ങനെ വലിയ പ്രലോഭനം വന്ന് വീണ ആളുകളുടെ ചരിത്രമൊക്കെ നമുക്കറിയാം. ശിംശോന്റെ കാര്യമൊക്കെ നമുക്കറിയാം. അങ്ങ് വീണു, പ്രലോഭനം മൂത്ത് വന്നപ്പോൾ രക്ഷയില്ലാതെ വീണുപോയി. അവളെ അസഖ്യപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ രക്ഷയില്ലാതെ വന്നപ്പോ അങ്ങ് പ്രാണൻ പോയാലും ഇനി പറയില്ല എന്ന് പറയാൻ ശിംശോന് കഴിഞ്ഞില്ല. അവൻ പറഞ്ഞു, എന്റെ ശക്തി മുഴുവൻ ഇരിക്കുന്നത് അങ്ങ് വെളിപ്പെടുത്താനായിട്ട് കഴിഞ്ഞു. പിശാചിന്റെ തന്ത്രം എന്താണെന്നറിയോ? നിന്റെ ശക്തിയെ ചോർത്തിക്കളയാൻ വേണ്ടിയാണ് ഈ പാപത്തിന്റെ പ്രലോഭനങ്ങളും അസഖ്യപ്പെടുത്തുന്ന വിഷയങ്ങളും നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ജോസഫിനെ പോലെ ഓടി ജയിപ്പാനായിട്ട്, പ്രലോഭനങ്ങളെ അതിജീവിക്കാനായിട്ട് വളരെ പ്രതിസന്ധിയുണ്ട്. ജോസഫിനെ അറിയാം, ഈ പ്രലോഭനത്തിൽ ഞാൻ മുന്നോട്ട് പോയാൽ, അല്ല ഇതിന് ഞാൻ അതിജീവിക്കാൻ ശ്രമിച്ചാൽ എൻ്റെ ജീവൻ പോകാൻ സാധ്യതയുണ്ട്. സംഭവിച്ചില്ലേ? അവനെ കൊണ്ട് കാരാഗ്രഹത്തിൽ ഇട്ടില്ലേ? എന്നാലും വേണ്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് കാരാഗ്രഹമെങ്കിൽ കാരാഗ്രഹം, തൂക്കുകയറെങ്കിൽ തൂക്കുകയർ. അല്പം കൂടെ കഴിഞ്ഞാൽ നമുക്കറിയാം ജോസഫിന്റെ കഴുത്തിൽ ചിലപ്പോൾ തൂക്കുകയർ വീണേക്കാം. ആ തൂക്കുകയറ് എപ്പോഴാണ് വരുന്നതെന്ന് അറിഞ്ഞുകൂടാ. അപ്പക്കാരനെ സംഭവിച്ചതുപോലെ തൂക്കുകയർ വന്നെന്ന് പറയാം വിധി വരുന്ന സമയത്ത്. എന്നാലും വേണ്ടില്ല,
ഞാൻ വീണു കൊടുക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ജോസഫ് ജയിച്ചതുപോലെ ജയിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഈ കാലഘട്ടത്തിൽ പ്രലോഭനത്തിന്റെ മേഖലകൾ ധാരാളം നമ്മൾ ചുറ്റും നിൽക്കുകയാണ്. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപമെല്ലാം. എനിക്ക് സ്ഥാനം വേണം, മാനം വേണം എന്ന് പറയുന്ന ജീവനത്തിന്റെ പ്രതാപം, കൺമോഹം, ജഡമോഹം, ഇതെല്ലാം നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുക. വളരെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു കാലഘട്ടം. എല്ലാ വിധത്തിലും നമ്മളെ അങ്ങ് സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന അന്ധകാര പോരുകളുണ്ട്. അതിന്റെ പിന്നിൽ ജയിക്കേണ്ടത് പാപത്തോട് പോരാടി ജയിക്കണം എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അഞ്ചാമത്തത് നമുക്ക് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 1-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യം. അതുപോലെ യൂദയുടെ ലേഖനം 3-ാമത്തെ വാക്യം. 1 തിമോഥെയോസിന്റെ ലേഖനം 6:12. ഇവിടെ 3 വാക്യങ്ങൾ പറയാൻ കാരണം അത്ര പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇതെല്ലാം പ്രധാനപ്പെട്ടതാ, അതുപോലെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് പറഞ്ഞിരിക്കുകയാണ്. ഫിലിപ്പിയ 1:27 വായിക്കുന്നു, സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം നമുക്ക് പൊരുതണം. എങ്ങനെയാ? സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി നമ്മൾ പോരാട്ടം അനുഭവിക്കണം എന്ന് പറയുന്നത്. നമ്മൾ പോരാടി ജയിക്കണം. അപ്പൊ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി നമ്മൾ പോരാടണം എന്നാണ് ആ വാക്യം പറയുന്നത്. ഈ വാക്യങ്ങളെല്ലാം പറയുന്നത് അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കാം. നമ്മൾ വിശ്വസിക്കുന്ന സുവിശേഷം, നമ്മൾ അംഗീകരിച്ചിരിക്കുന്ന സുവിശേഷം, നമുക്കായി കർത്താവ് ഒരുക്കിയ സുവിശേഷം, ഈ ഗുഡ് ന്യൂസ്, ഈ നല്ല പാത, ഈ നല്ല മാർഗം, ഇവിടെ നമ്മൾ വന്നിട്ട് നമുക്കൊരു വിശ്വാസമുണ്ട്, ഒരു വിശ്വാസ ജീവിതമുണ്ട്. അത് കാത്തു സൂക്ഷിക്കാൻ നന്നായി പോരാടേണ്ട ഒരു കാലഘട്ടമാണ്. എന്താ കാരണം? വളരെ ജ്ഞാനി എന്ന് പറയുന്നവൻ പറയും, ദൈവം ഭൂമിയിലൊന്നും ചെയ്തിട്ടില്ല, സ്വർഗത്തിലൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ ദൈവം ഒന്നും ചെയ്യാത്ത ദൈവം എന്നൊക്കെ പറഞ്ഞ് മടയത്തരം വിളിച്ചു പറയുമ്പോൾ ഒരു സംശയമൊക്കെ എങ്ങ് വരും. അയ്യോ, കൊറോണ വന്നപ്പോൾ ദൈവം ഒന്നും ചെയ്തില്ലല്ലോ, യുദ്ധം നടക്കുമ്പോൾ ദൈവം ഒന്നും ചെയ്യുന്നില്ലല്ലോ, നമ്മിൽ കുറെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ വിശ്വാസത്തിൽ പതറിപ്പോവും. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ആകാശം അതിന് കൈവേലകളെ പ്രസിദ്ധമാക്കുന്നുണ്ട്. കർത്താവ് വല്ലതും ചെയ്തോ, ഭൂമിയിൽ വല്ലതും ചെയ്തോ, ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ആകാശത്തിലേക്കൊന്ന് നോക്കണം, നമ്മുടെ ചുറ്റുപാടുകളിലേക്കൊന്ന് നോക്കണം. അവിടെ ദൈവത്തിന്റെ പ്രവർത്തികളെ ഒന്ന് കണ്ട് തിരിച്ചറിയാൻ മനസ്സ് പുതുക്കാനോ കഴിയാതെ വന്നാൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്ന ഒരു മേഖലയിലാണ് ഉള്ളത്. ഇത് പെരുകി വരും. നിരീശ്വരവാദത്തിന്റെ ആശയങ്ങളും തത്വചിന്തകളും നമ്മളെ സ്വാധീനിക്കാൻ ഇന്ന് നമ്മുടെ ചുറ്റും സന്ദേശങ്ങൾ പെരുകി വന്നുകൊണ്ടിരിക്കുകയാണ്, ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചിന്തകളൊക്കെ നമ്മെ അലട്ടി, നമ്മിൽ ഒരു കുലുക്കമുണ്ടാക്കി വിശ്വാസം വിട്ടുള്ളുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ, അതുകൊണ്ടാണ് പറഞ്ഞ് 2-3 അധ്യായങ്ങളിൽ യൂദ പറയുന്നു, പൗലോസ് പറയുന്നു, ലേഖനങ്ങളിലൂടെയൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാണ്, ഈ വിശ്വാസത്തിനായിട്ട് നമ്മൾ പോരാടി ജീവിച്ചേ പറ്റുള്ളൂ. വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ. അത് തന്നെയാണ് നമ്മൾ തുടക്കത്തിൽ വായിച്ചത്. നല്ല പോർ പൊരുതേണ്ട ഒരു മേഖലയാണ് വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ. നമ്മുടെ വിശ്വാസം, ആദ്യ വിശ്വാസം അവസാനത്തോളം കാത്തു സൂക്ഷിക്കാൻ വലിയ പാടാണ്. ഞാനത് കണ്ടിട്ടുണ്ട്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഭയിലുണ്ടായിരുന്ന ഒരു അപ്പച്ചൻ വളരെ നല്ല വിശ്വാസിയായിരുന്നു, നന്നായി പ്രാർത്ഥിക്കുമായിരുന്നു, നല്ല പ്രാർത്ഥനക്കാരനും വിശ്വാസിയൊക്കെ ആയിരുന്നു. എന്നാൽ വാർദ്ധക്യം വന്ന് കുറെ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കുറെ സംശയങ്ങളൊക്കെ വന്നു കയറി. അദ്ദേഹം പറഞ്ഞു, കർത്താവൊന്നും വരില്ല, ഞാൻ എൻ്റെ 5 വയസ്സ് തൊട്ട് കേട്ടു തുടങ്ങിയത് കർത്താവ് ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് പ്രസംഗിക്കാൻ തുടങ്ങി. കർത്താവ് ഇപ്പോൾ ഒന്നും വരില്ല. അദ്ദേഹത്തിന്റെ ചിന്താഗതി മാറി. കർത്താവ് വരുന്നുള്ള പ്രത്യാശയൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അവസാനം വിശ്വാസം വിട്ടുഴലുന്ന അവരുടെ സ്ഥിതി വന്നു. എൻ്റെ 80-കളിൽ കടന്നപ്പോഴാണ് ഈ പ്രതിസന്ധി ഉണ്ടായത്. ഒന്ന് ഓർത്തു നോക്കി, അതുവരെ പിടിച്ചു വന്ന വിശ്വാസം, രാത്രി 3 മണിക്കൊക്കെ എഴുന്നേറ്റിരുന്ന് ശക്തമായി പ്രാർത്ഥിക്കുകയും അന്യഭാഷയിൽ ആരാധിക്കുകയൊക്കെ ചെയ്ത മനുഷ്യനാണ് വിശ്വാസത്തിൽ നിന്ന് വീടുപോയത്, താഴെ അവസാനിക്കാനായിട്ട് പോയത്. എന്നാ കഷ്ടമാണെന്ന് ഓർത്തു നോക്കി. ഇതാ പറഞ്ഞത്, നല്ല പോർ പൊരുതി നിൽക്കണം. ഈ സമയത്ത് എത്ര ചിന്താഗതികൾ കൊണ്ടുവന്ന് നമ്മെ അലട്ടാൻ ശ്രമിച്ചാലും അവിടെയെല്ലാം ജയിപ്പാനായിട്ട് നമ്മൾ പോരാടിയേ പറ്റുള്ളൂ. നല്ല പോരാട്ടം പോരാടേണ്ട ഒരു കാലഘട്ടം. അന്നത്തെ കാലത്ത് പോലും അത്ര ഉണ്ടെങ്കിൽ, 80-കളിൽ പോലും അത്ര വലിയ പ്രതിസന്ധിയിലൂടെ ഭക്തന്മാർ മുന്നോട്ട് പോയെങ്കിൽ, ഈ കാലഘട്ടത്തിൽ, ഈ 2000-ന്റെ കാലഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്, ദൈവമക്കളെ, നമ്മുടെ യുവജനമേ, എല്ലാവരും വളരെ ശക്തമായി ജയിച്ചേ പറ്റുള്ളൂ. അതിനുവേണ്ടി നല്ല പോർ പൊരുതി നമ്മൾ ജയിക്കേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ പറ്റില്ലേ. 6-ാമത്തെ കാര്യം കൂടെ ഞാൻ ശ്രദ്ധയിൽ കൊണ്ടുവരാം. കൊലോസ്യ ലേഖനം 2-ന്റെ വാക്യം. ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിപ്പാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. ഒരു വലിയ പ്രശ്നം പറയുക, ഈ കാലഘട്ടത്തിന്റെ ഒരു വലിയ പ്രശ്നം പറയുക. ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കാനായിട്ട് വല്ലാത്ത പോരാടേണ്ട ഒരു കാലഘട്ടമാണിത്. ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആശ്വാസം കിട്ടുന്നേ ഇല്ല. നമ്മൾ പണ്ടൊക്കെ പ്രസംഗിച്ചിരുന്ന പരസ്യത്തിലൊക്കെ ഞാൻ സ്ഥിരമായി പ്രസംഗിച്ചിരുന്നതാ,
ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും നിങ്ങളും അനുഭവിക്കേണ്ടതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ കവലയിൽ വന്ന് ഈ സമയത്ത് നിങ്ങളോട് സംസാരിക്കുന്നത്. അത് ലോകം തരുന്ന പോലെയുള്ള സമാധാനമല്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങ് പറയും. ലോക മനുഷ്യരെ ദുഃഖിക്കുന്നത് പോലെ നമ്മൾ ദുഃഖിക്കാറില്ല. നമുക്ക് ആശ്വാസമുണ്ട്, സമാധാനമുണ്ടെന്നൊക്കെ പറയും. എന്നാൽ അത് നമുക്ക് അല്പം പോലും കിട്ടുന്നില്ല. എന്താ അതിന്റെ പ്രശ്നം എന്ന് അറിയോ? ഹൃദയത്തിന് ആശ്വാസം ലഭിക്കുന്നില്ല. അതായത് യോഹന്നാന്റെ സുവിശേഷത്തിൽ 17 പറയുന്നു, കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പിൻ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്നാൽ 2-3 അധ്യായത്തിന് മുമ്പ് നമ്മൾ വായിക്കുന്നത് കർത്താവ് ഹൃദയം കലങ്ങി എന്നാണ് വായിക്കുന്നത്. നൊന്ത് കലങ്ങി എന്ന് വായിക്കുന്നുണ്ട്. അതെന്താ സംഭവിച്ചെന്ന് അറിയാമോ? കൂടെ കൊണ്ടു നടന്ന യൂദ തന്നെ ഒറ്റിക്കൊടുക്കുന്നു അനുഭവം വന്നപ്പോൾ, തന്നെ തള്ളി പറയാൻ പോകുന്നു, ഒറ്റിക്കൊടുക്കുന്നു എന്ന വിഷയം വന്നപ്പോഴാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത് ഹൃദയം കലങ്ങിപ്പോയി. ആ അനുഭവത്തിൽ നിന്ന് കടന്നപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് ഇതുപോലെ പ്രശ്നം വരാം. നമ്മുടെ സ്വന്തം എന്ന് പറയുന്ന ആളുകൾ, നമ്മളോട് ഏറ്റവും അടുത്ത എല്ലാ ദിവസവും ഫോൺ ചെയ്യുന്ന ആളുകൾ, നമ്മളോട് എപ്പോഴും സ്നേഹത്തിൽ സംസാരിക്കുന്ന ഒരാള് അതിന് വിരോധമായി സംസാരിക്കുകയും നമ്മളെ നിന്ദിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. ആശ്വാസം പ്രാപിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ആശ്വാസം കിട്ടില്ല. നമുക്കത് വീണ്ടും വീണ്ടും തേട്ടി വരും. അത് വീണ്ടും വീണ്ടും നമ്മുടെ മുന്നിലേക്ക് കയറി വരും. ആ വിഷയങ്ങൾ വരുന്ന സമയത്താണ് നമ്മൾ വല്ലാതെ പോരാടേണ്ട ആവശ്യമുണ്ട്. അതാണ് ദൈവമക്കളെ സംബന്ധിച്ച് ഈ കാലഘട്ടത്തിലെ മറ്റൊരു വലിയ പ്രശ്നം. ആശ്വാസം പ്രാപിക്കാൻ പറ്റുന്നില്ല. ഒരു രോഗത്തിന് ചിന്ത വരുമ്പോൾ നമ്മുടെ തലമുറയ്ക്ക് എന്തെങ്കിലും വിഷയം വന്നാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക്, ഒട്ടി നിൽക്കുന്നവർക്ക് എന്തെങ്കിലും പ്രതിസന്ധി വരുന്നെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മളങ്ങ് പതറിപ്പോകും. കൈ വറയ്ക്കാൻ തുടങ്ങി, കാല് വറയ്ക്കാൻ തുടങ്ങി, കൊഴിഞ്ഞുപോയി, ശരീരം കൊഴിഞ്ഞുപോയി എന്നൊക്കെ പറഞ്ഞ വിധത്തില് ആശ്വാസം പ്രാപിക്കാൻ കഴിയാതെ നമ്മളങ്ങ് പതറിപ്പോകുകയാ. അയ്യോ, നമ്മളെ ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് ഒട്ടി നിന്നവരെ, ചേർന്ന് നിന്നവരെ പറയുമ്പോ നീ കള്ളനാണ്, കള്ളിയാണെന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മെ നിന്ദിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ ആശ്വാസം കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല. പ്രാർത്ഥിക്കുക എന്ന സ്തോത്രം പറയാൻ കഴിയില്ല. നമ്മുടെ സന്തോഷം പോയെന്നേ. എന്താ പ്രശ്നം? അടിസ്ഥാന പ്രശ്നം ആശ്വാസം പ്രാപിക്കാൻ കഴിയുന്നില്ല. അവിടെയാണ് നമ്മൾ കാണുന്നത് സർവാശ്വാസങ്ങളുടെ ഉറവിടമായ ക്രിസ്തുവിൽ നമ്മൾ ചെന്നിട്ട് അതൊരു ഉറവയാന്നാ പറയുന്നത്. സർവാശ്വാസങ്ങളുടെ ഉറവ. അവിടെ പോയി ഒന്ന് മാനം ചെയ്യണം. കർത്താവെ, അങ്ങ് ഈ അനുഭവങ്ങളിലൂടെയൊക്കെ പോയത് ഞാൻ എന്തിനാ ഈ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നത്? ഞാൻ എന്തിനാ ചിന്തിച്ച് ഭാരപ്പെടുന്നത്? ഞാൻ ഹൃദയം എന്തിനാ നൊന്ത് കലങ്ങുന്നത്? എന്തിനാ? എന്റെ ഹൃദയത്തിൽ കലക്കത്തിന്റെ ആവശ്യമില്ലല്ലോ. അത് എന്തെങ്കിലും ആ വഴിക്ക് പോട്ടെ, അവരങ്ങനെ ചിന്തിച്ചോട്ടെ, അവർ പറഞ്ഞോട്ടെ. ദൈവം അനുവദിക്കാതെ ഒന്നും അല്ലല്ലോ. പിശാച് ചിലരിൽ കടന്നതാ. എന്താ യൂദ എങ്ങനെ പറഞ്ഞത്? യൂദ അങ്ങനെ ഒറ്റിക്കൊടുക്കാൻ പോയത് എന്തിനാ കാരണം? യൂദയുടെ ഉള്ളിൽ പിശാച് സാത്താൻ കടന്നതാ. നമ്മളത് മനസ്സിലാക്കണം. അങ്ങനെ പറയാൻ കാരണം എന്താ? അവരുടെ ഉള്ളിൽ സാത്താൻ കടന്നതാ. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജയിക്കേണ്ടത് എന്താ? ആശ്വാസത്തിന്റെ ഉറവിൽ പോയി കുടിക്കാനുള്ള ബുദ്ധിമുട്ടാണ് നമുക്കുള്ള ബുദ്ധിമുട്ട്. ഇതെല്ലാം ഉന്തിത്തള്ളി മാറ്റിയിട്ട്, ഈ വിഷയങ്ങളെല്ലാം സൈഡിലേക്ക് മാറ്റിയിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കാനിടയാകും. അവിടെയാണ് ശ്രദ്ധിക്കേണ്ട 6-ാമത്തെ കാര്യം. 7-ാമത്തെ കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. എബ്രായ ലേഖനം 10:33. എബ്രായ ലേഖനം 10:33. കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവീൻ. കഷ്ടങ്ങളിൽ നമ്മൾ പോരാടേണ്ട മറ്റൊരു മേഖലയാണ്. ഒത്തിരി കഷ്ടം വരും. പോരാടി ജയിച്ചേ പറ്റുള്ളൂ. കഷ്ടങ്ങള് വരുന്ന സമയത്ത് പിടിച്ചു നിൽക്കാൻ സഹനത്തിന്റെ കൃപ കിട്ടേണ്ടതിന് നമ്മൾ പോരാടിയേ പറ്റൂ. സഹിച്ചു നിൽക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഇതും നമ്മൾ കാണുന്നത് ഈ പടയിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡിഫെൻഡ് ചെയ്യില്ല. പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്, ഈ പടയിൽ നമ്മൾ ആയുധം എടുത്ത് എറിയുന്നതിനേക്കാൾ കൂടുതൽ ഇടിക്കേണ്ട മേഖലയുണ്ട്, തകർക്കേണ്ട മേഖലയുണ്ട്. അത് നമ്മൾ ആദ്യം പറഞ്ഞു. എന്നാൽ കൂടുതൽ നമുക്ക് വേണ്ടുന്നതെന്ന് അറിയോ? ഡിഫെൻഡീവ് പവറാണ്. ഡിഫെൻഡീവ് പവർ. എതിർത്ത് നിൽക്കുക, സാത്താനോട് എതിർത്ത് നിൽക്കുക. എന്നാൽ അവൻ നമ്മളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുക. അതൊക്കെ നമുക്ക് പറയാനും ചിന്തിക്കാനും കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡിഫെൻഡ് ചെയ്യേണ്ടതാണ് കൂടുതൽ ആവശ്യം. അതിനാണ് നമുക്ക് കൂടുതൽ കരുത്ത് വേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും ഓർക്കണം. അപ്പോൾ ഞാൻ 7 കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമ്മൾ പ്രധാനപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. ഇതിൽ നമുക്ക് വളരെ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു വിഷയം ഞാൻ പറയാൻ പോവുക. അത് മറ്റൊന്നുമല്ല, സാത്താനോടും അവന്റെ സൈന്യത്തോടും എങ്ങനെ പോരാടണം എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. സാത്താനോട് സൈന്യത്തോടും പോരാടണം. അത് അദൃശ്യ മണ്ഡലത്തിലെ കാര്യങ്ങളാണ്. മറ്റതെല്ലാം നമ്മുടെ നേരെ വരുന്നതാ. കഷ്ടങ്ങൾ നമ്മുടെ നേരെ വരുന്നതാ. ആശ്വാസമില്ലാത്ത വിഷയങ്ങൾ നമ്മുടെ നേരെ വരുന്നതാ. അത് പൂർണ്ണ ദൈവഗീതം മനസ്സിലാക്കാൻ പറ്റാതെയുള്ള ബുദ്ധിമുട്ട്, അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഈ പിശാചിന്റെ തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മേഖലയാണ്. ഏറ്റവും നമ്മൾ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ട ഒരു മേഖലയാണ്
ഈ സാത്താനോട് എങ്ങനെ പോരാടുമെന്ന് അതിനെക്കുറിച്ച് നമ്മളൊന്ന് വിശദീകരിക്കാനും ചിന്തിക്കാനും പോവുകയാണ്. വായിക്കാം. എങ്ങനെ നമുക്ക് ജയിക്കാൻ കഴിയും, സാത്താനോട് പൊരുതേണ്ടത് എങ്ങനെയാണെന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അവിടെ ഇനി ഒരല്പം നേരം ചിന്തിച്ചതിന് ശേഷമേ മറ്റു വിഷയങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുകയുള്ളൂ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 10-11 വാക്യങ്ങൾ. 2 കൊരിന്ത്യർ ചാപ്റ്റർ 2 വേഴ്സ് 10 and 11 എഴുതിയെടുക്കുന്നവരെ ഞാൻ അതുകൊണ്ടാണ് വീണ്ടും ആവർത്തിച്ച് ഇൻട്രൊഡക്ഷൻ പറയുന്നത്. 2 കൊരിന്ത്യർ ചാപ്റ്റർ 2 വേഴ്സ് 10 and 11 അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ വല്ലതും ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നു. എന്നാൽ ഞാൻ വല്ലതും ക്ഷമിച്ചിരിക്കുന്നു എങ്കിൽ നിങ്ങൾ നിമിത്തം ക്രിസ്തുവിന്റെ സന്നിധാനത്തിൽ ക്ഷമിച്ചിരിക്കുന്നു. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. അവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്: സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. ഗൗരവത്തോടെ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഈ യുദ്ധത്തിൽ നമ്മൾ ഒരിക്കലും തോക്കാൻ പാടില്ലാത്ത ഒരു വിഷയമാണ് സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അപ്പോൾ അവിടെ പൗലോസ് പറയാണ് സാത്താൻ എങ്ങനെ തോൽപ്പിക്കും. അതാണ് നമ്മൾ തുടക്കത്തിൽ വായിച്ചത്, 10-ാം വാക്യം വായിച്ചത്. അവിടെ പറയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാത്താൻ നമ്മൾ തോൽപ്പിക്കുന്നത് അറിയോ, നമ്മൾ ക്ഷമിക്കില്ല. നിങ്ങൾ വല്ലതും ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നു. അത് സാത്താന്റെ തന്ത്രം എന്നറിയോ, നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ല. എന്തായാലും അവരതങ്ങ് പറഞ്ഞില്ലേ, എന്നാലും അവൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചില്ലേ, എന്നാലും അവൻ ഇങ്ങനെ ദ്രോഹം ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ചിലർ പറയാറുണ്ട് മരിച്ചാലും മറക്കില്ല. ക്ഷമിക്കാനേ പറ്റുന്നില്ല. ക്ഷമിക്കാനും മറക്കാനും പറ്റുന്നില്ലെങ്കിൽ സാത്താൻ ജയിച്ചു എന്നർത്ഥം. സാത്താൻ ജയിക്കുന്ന മേഖല എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ക്ഷമിക്കില്ല. ഒന്ന് ഓർത്തു നോക്കിയേ, ഇപ്പോഴും ക്ഷമിക്കാതെ കൊണ്ടു കിടക്കുന്ന ചില ചിന്തകൾ മനസ്സിൽ കിടക്കണമെങ്കിൽ ഓർക്കുക, നിങ്ങൾ തോറ്റു കിടക്കുക. സാത്താൻ നിങ്ങളെ തോൽപ്പിച്ച് കിടക്കുക. അതാ പറഞ്ഞത്. ഇതാണ് തന്ത്രം പറയുന്നത്. സാത്താന്റെ തന്ത്രങ്ങൾ എന്നുള്ള മറ്റൊരു പ്രസംഗ വിഷയമാണ്, അവിടേക്ക് ഞാൻ പോകുന്നില്ല. എന്നാലും ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട വിഷയങ്ങൾ കൊണ്ടുവരാതിരിക്കാൻ പറ്റില്ല. അതിപ്രധാനമായ വിഷയം ഇതാണ് എന്നാണ് അവിടെ ഓർമ്മപ്പെടുത്തിയത്. ക്ഷമിക്കാൻ പറ്റുന്നില്ല. ക്ഷമയുടെ ഉത്തമ ഉദാഹരണം നമ്മൾ ഒന്നും വിശദീകരിക്കേണ്ട, കർത്താവിനെ ധ്യാനിച്ചാൽ മതി. എല്ലാവരും ഉപദ്രവിക്കുന്ന സമയത്ത് ദൈവമേ ഇവർ അറിയാത്തത് ചെയ്തു പലതും, അവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച കർത്താവിന്റെ സ്നേഹം നമുക്ക് പറ്റുന്നില്ല. ഇവിടെയാണ് പിശാച് നമ്മെ തോൽപ്പിക്കുന്നത്. കാൽവരിയിൽ കർത്താവ് ജയിച്ച മേഖല ഏറ്റവും ശക്തമായ ഒരു മേഖലയാണ് ക്ഷമിച്ചു എന്നത്. ക്ഷമിച്ചു എന്ന മേഖല നമ്മൾ പരാജയപ്പെടുന്ന മേഖലയും ക്ഷമിക്കാൻ കഴിയാത്തതാണ്. നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഇയ്യോബിന്റെ ചരിത്രമൊന്നും എടുത്തു പഠിക്കാം. ഞാൻ ഉദാഹരണം പറയാം. ഇയ്യോബിന് സ്നേഹിതന്മാര് വന്നു, 3 സ്നേഹിതന്മാര്. അവര് കുത്തിയിരുന്ന് സംസാരിക്കുക ദിവസങ്ങൾ. എന്നിട്ട് ഇയ്യോബിനെ ഞങ്ങൾ കുറ്റം പറഞ്ഞുണ്ടാക്കി. ഇയ്യോബ് വലിയ നീതിമാനെന്ന് പറയണം, നിനക്ക് രഹസ്യമായി കുറെ തെറ്റുകളൊക്കെ ഉണ്ട്, നീ അത്ര വലിയ വിശുദ്ധനൊന്നല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വിഷമിപ്പിച്ച കാര്യങ്ങൾ നടക്കുക. ഇയ്യോബിന്റെ മനസ്സിൽ മുഴുവൻ വിഷമം വന്നു. ഇത്രയും വലിയ സ്നേഹിതന്മാരായി അടുത്ത് നിന്നവര് ഇപ്പൊ വിഷയം വന്നപ്പോ എന്നെ തള്ളി പറയുന്നത് കണ്ടോ, എന്നെ കുറ്റപ്പെടുത്തുന്നത് കണ്ടോ, എന്നെ നീതിമാനായി വിശുദ്ധനായി ഒക്കെ കണ്ട് എന്നോട് അഭിപ്രായമൊക്കെ ചോദിച്ചവര് ഇപ്പൊ നേരെ തിരിച്ചടിക്കാൻ തുടങ്ങി. അവരെന്നെ ഇത്രയും പറയുന്നില്ല എന്ന് ഓർത്ത് വിഷമിച്ച് നിൽക്കുക. അപ്പോഴാണ് ദൈവം ഇടപെട്ടിട്ട് പറഞ്ഞത്, ഇയ്യോബേ പ്രശ്നം പറ്റി, നീ തോക്കും. നീ തോക്കുന്ന മേഖലയാണെന്നറിയോ, നീ ഇവരോട് ക്ഷമിക്കണം. ഇവരോട് ക്ഷമിക്കാഞ്ഞാൽ എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇയ്യോബിനോട് പറഞ്ഞു, നീ നിന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കേ, എന്നാൽ ഞാൻ നിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തും. നിന്റെ നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി ലഭിക്കും. തടസ്സം വേറൊന്നുമല്ല, നിന്റെ മനസ്സിൽ കയറിയിട്ടുള്ള വിഷയമുണ്ടല്ലോ ക്ഷമിക്കാൻ പറ്റാതെ, അത്ര വലിയ പ്രശ്നങ്ങൾ അവരുണ്ടാക്കിയിരിക്കുന്നത്. നീ അത് അവരോട് ക്ഷമിച്ച് അവർക്ക് വേണ്ടി അനുഗ്രഹിച്ച് നീ ഒന്ന് പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി യാഗം കഴിക്കുക, എന്നാൽ വിടുതലുണ്ട്. ഇയ്യോബിനെ പറഞ്ഞു മനസ്സിലാക്കി. ഇയ്യോബ് ജയിച്ചു. ഇയ്യോബ് ജയിച്ചു. ഇത്രയും ദിവസങ്ങൾ കൂടിയിരുന്ന് ഞാൻ പ്രശ്നമുണ്ടാക്കിയ, നിന്ദിച്ച, അപമാനിച്ച അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയവരോട് ക്ഷമിക്കാൻ കഴിഞ്ഞു, പ്രാർത്ഥിച്ചു. ഉടനെ ദൈവം ഇടപെട്ടു, സ്ഥിതിക്ക് ഭേദം വരുത്തി. നമ്മുടെ സ്ഥിതിയൊക്കെ മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. തടസ്സം എന്താണെന്നറിയാമോ? നമ്മൾ തോറ്റുകിടക്കുക. സാത്താൻ നമ്മെ തോപ്പിച്ചിട്ടിരിക്കുക. നമ്മൾ തോറ്റുകിടക്കുക. നമ്മളൊന്ന് ജയിച്ചാലേ നമുക്ക് തരാൻ പറ്റുള്ളൂ. ആ കിരീടങ്ങൾ തരണമെങ്കിൽ, നമ്മുടെ നന്മകൾ ലഭിക്കണമെങ്കിൽ നമ്മൾ ജയിക്കണം. നമ്മൾ തോറ്റുകിടക്കുന്നത് എവിടെയാ? ക്ഷമിക്കാൻ പറ്റിയിട്ടില്ല. ആരോട് ക്ഷമിക്കാത്തെന്നറിയോ? സ്വന്തം സഹോദരങ്ങളോട് ക്ഷമിക്കാൻ പറ്റിയിട്ടില്ല, രക്തബന്ധങ്ങളോട് ക്ഷമിക്കാൻ പറ്റിയിട്ടില്ല, സ്നേഹിതന്മാരോട് ക്ഷമിക്കാൻ പറ്റിയിട്ടില്ല, കൂടെ ജോലി ചെയ്യുന്നവരോട് ക്ഷമിക്കാൻ പറ്റിയിട്ടില്ല, കൂട്ടുവിശ്വാസികളോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുക, തീർന്നിട്ടില്ലേ? അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അർത്ഥം എന്താ? നിന്നെ പിശാച് തോപ്പിച്ചിരിക്കുക.
നിന്നെ പിശാച് തോപ്പിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്റെ വീട്ടിലൊരു നന്മ വന്ന് കയറില്ല. നിന്റെ വീട്ടിലൊരു നന്മ, ഒരു അനുഗ്രഹമോ ലഭിക്കില്ല. പിശാച് നിന്നെ തോപ്പിച്ചിട്ടാൽ ചെയ്യുന്ന കാര്യം എന്താ അറിയാമോ? നിന്റെ എല്ലാം എടുത്തുകൊണ്ടുപോകും, തീയിറക്കി കൊണ്ടുപോകും, കത്തിച്ചു കളയും, അപഹരിച്ചു കൊണ്ടുപോകും. ഇതെല്ലാം തിരിച്ചു കിട്ടണോ? ഇരട്ടിയായി തിരിച്ചു കിട്ടണമോ? മടങ്ങി വരിക, മാനസാന്തരപ്പെടുക, ക്ഷമിക്കുക, ക്ഷമിക്കുക, ക്ഷമിക്കുക. വേറെ ഒന്നും പറയാനില്ല. സാധാരണ ജയിക്കാൻ ഒന്നാമത്തെ കാര്യം, രണ്ടാമത്തെ കാര്യം, മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ക്ഷമിക്കുക, ക്ഷമിക്കുക, ക്ഷമിക്കുക. അതിന്റെ ഒപ്പം ഞാൻ പറയാനുള്ള പദം മറ്റൊന്നുമല്ല, ക്ഷമിച്ചാൽ മറക്കാൻ പറ്റണം. ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ എന്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ മറക്കണം. എന്താ തെളിവ്? ജോസഫ് പറഞ്ഞു, ഞാൻ എന്റെ മകനെ, മൂത്ത മകന് പേരിടാൻ പോകുന്നത് മനുഷ്യ എന്നാണ്. മറന്നു. ഞാൻ എന്റെ സഹോദരന്മാർ എന്നോട് ചെയ്ത ദ്രോഹങ്ങളെ ഞാൻ മറന്നു. പിന്നെ അവൻ ഓർത്തില്ലേ? അപ്പം മരിച്ചപ്പോ പകരം വിട്ടാൻ പോയില്ലേ? അപ്പം മരിച്ചപ്പോ പകരം വിട്ടാൻ പോയോ? അപ്പം മരിച്ചപ്പോ പകരം വിട്ടാൻ പോയില്ലേ? എന്താ കാരണം? ജോസഫ് ക്ഷമിച്ചു, അത് മറന്നു കളഞ്ഞു. ഇതാ ദൈവമക്കളെ, ക്ഷമിച്ചു കഴിഞ്ഞാലുള്ള ലക്ഷണം. ഞാൻ ക്ഷമിച്ചു, എന്നാലും ഞാൻ മറക്കില്ല, എന്നാലും ഞാൻ മറക്കില്ല. അപ്പൊ നീ ക്ഷമിച്ചിട്ടില്ല, പിശാച് നിന്നെ തോൽപ്പിച്ചു. അതാണ് പ്രശ്നം. കർത്താവ് നമ്മെ അനുഗ്രഹിപ്പാൻ, നമ്മുടെ സ്ഥിതി മാറ്റുവാൻ ഒത്തിരി വർഷങ്ങളൊന്നും വേണ്ട. ഓബേദ്ഏദോമിന്റെ കാര്യം ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയാറുള്ളതാ. 3 മാസം മതി ഒരു വീടിന്റെ സ്ഥിതി മാറ്റാൻ. കൊട്ടാരങ്ങൾ വരെ അറിയത്തക്ക രീതിയിലേക്ക് നിന്റെ സ്ഥിതി മാറ്റിയെടുക്കാനായിട്ട് എന്റെ ദൈവത്തിന് വേണ്ടുന്നത് ഒരു വീടിന്റെ അവസ്ഥകൾ മാറ്റാൻ വെറും 3 മാസം മതിയെന്ന്. ഒന്ന് വിശ്വസിക്കാമോ? ഇന്ന് ക്ഷമിച്ച് പ്രാർത്ഥിച്ച് നീ ഈ വിശ്വാസത്തിലേക്ക് ഒന്ന് മടങ്ങി വന്നാൽ, നീ ഒന്ന് ജയിച്ചാൽ, വിതിൻ 3 months ഞാൻ ഗ്യാരണ്ടി ചെയ്യാം, നിന്റെ വീടിന്റെ സ്ഥിതി മാറ്റും, നിന്റെ സാമ്പത്തിക മേഖല മാറും, നിന്റെ ആരോഗ്യസ്ഥിതിയിൽ മാറ്റം വരും. സ്തോത്രം. നിന്റെ എല്ലാ പ്രതിസന്ധിക്കും പരിഹാരം വരുമെന്ന് തിരുവചന അടിസ്ഥാനത്തിൽ വിളിച്ചു പറയാൻ പോവുക. വിതിൻ 3 months. അതെ, നീ ജയിച്ചു കഴിഞ്ഞാൽ നിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്താനായിട്ട് ദൈവം കഴിയും. ക്ഷമിച്ചാൽ ദൈവം പെട്ടെന്ന് ഇടപെടും. അടുത്ത ഉദാഹരണം വേണമെങ്കിൽ ഞാൻ പറയാം. മോശയുടെ ഉദാഹരണമാണ് വളരെ ശ്രദ്ധേയമായ മറ്റൊരു ഉദാഹരണം. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിന്റെ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവിടെ ചില വാക്യങ്ങൾ മാത്രം ഞാൻ എടുത്ത് വായിക്കാം. ബാക്കി നിങ്ങൾ വീട്ടിലെ സൗകര്യം പോലെ ഇരുന്ന് വായിച്ചാൽ മതി. സംഖ്യാപുസ്തകം 12-ന്റെ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. നമ്പേഴ്സ് ചാപ്റ്റർ 12 വേഴ്സ് 1 to 15. ആ അധ്യായം തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയം പറയുക. എന്താ വിഷയം? ഞാനത് പറയാം. മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നത് കൊണ്ട് കൂശ്യ സ്ത്രീ നിമിത്തം മിരിയാമും അഹരോനും അവന് വിരോധമായി സംസാരിച്ചു. ഒന്ന് ഓർത്തു നോക്കി. മോശ ആരാ? ഇവരാരാ? ഇവര് വെറും അടിമപ്പണി കിടന്ന് താട്ടപ്പെട്ട് കിടന്ന മനുഷ്യര്. മോശ ഇവരെ വീണ്ടെടുക്കാൻ വേണ്ടി വന്ന ഇവരെ ഇത്രയും കൊണ്ടുവന്ന്, ഇവരെ മുന്നോട്ട് കൊണ്ടുവന്ന് ഈ ജനത്തിന് മുന്നിൽ, 25 ലക്ഷം വരുന്ന ജനത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്നത് ആരാ? മോശയാ. ആ മോശയ്ക്ക് വിരോധമായിട്ടാണ് ഇപ്പൊ സംസാരിക്കുന്നത്. ആരാ സംസാരിക്കുന്നത്? സ്വന്തം സഹോദരനും സഹോദരിയും, സ്വന്തം സഹോദരനും സഹോദരിയും വിരോധമായി സംസാരിക്കുക. ആ 3-ാം വാക്യത്തിൽ പറയുന്നത് എന്താണെന്നറിയോ? അവിടെയാണ് നമ്മൾ ഞെട്ടിപ്പോകുന്ന വിഷയം. മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. വിരോധമായി സംസാരിക്കുമ്പോൾ, ക്ഷമിക്കാൻ പറ്റാത്ത രീതിയിൽ പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ജയിക്കാനുള്ള മേഖല എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിസൗമ്യനായിരിക്കണം. സൗമ്യനായിരുന്നാൽ പോരാ, മറുപടി ഒപ്പത്തിനൊപ്പം കൊടുക്കരുതെന്ന്, മൗനമായിരുന്നേ പറ്റുള്ളൂ എന്ന്. അവര് പറഞ്ഞോട്ടെ, ഞാനൊന്നും പറയില്ലെന്ന് പറഞ്ഞുകൊണ്ടൊരു ദൃഢനിശ്ചയം വന്നിട്ട് അതെന്റെ ഒരു വിഷയമല്ല, ദൈവം അനുവദിച്ചതാണെന്നും പറഞ്ഞുകൊണ്ട് നീ സൗമ്യനായാൽ പോരാ, അതിസൗമ്യനായാൽ. എന്നാൽ എന്ത് സംഭവിക്കുന്നതാണ് 4-ാം വാക്യം പറയുന്നത്. 4-ാം വാക്യം പറയുന്നത് ഞെട്ടിപ്പോകുന്ന വാക്യ. പെട്ടെന്ന് യഹോവ മോശയോടും അഹരോനോടും മിര്യാമിനോടും നിങ്ങൾ മൂവരും സമാന കൂടാരത്തിങ്കൽ വരുവിനെന്ന് കൽപ്പിച്ചു. മോശയ്ക്ക് പ്രതികരിക്കാൻ കഴിയും, അവരെ ഒഴിവാക്കാൻ കഴിയും, എന്തും ചെയ്യാൻ കഴിയുന്ന ആളാ. ആ മോശയാണ് പ്രതികരിക്കാതിരിക്കുന്നത് കണ്ടപ്പോൾ, അതിസൗമ്യത പാലിച്ച ലെവല് കണ്ടപ്പോൾ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള മേഖല ഇതാ. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ അധിക്ഷേപിക്കുമ്പോൾ, വ്യക്തിപരമായി നമ്മെ നിന്ദിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത, ക്ഷമിക്കാൻ പറ്റാത്തത്. അവിടെ നമ്മൾ ജയിച്ചാൽ വിളിച്ചു പറയാ പെട്ടെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞു 3 മാസത്തിന്റെ കണക്ക് പറഞ്ഞു. എന്നാൽ നിങ്ങൾ ഇതുപോലെയുള്ള വിഷയങ്ങളിൽ ഒന്ന് ജയിച്ചാൽ സഡൻ ആക്ഷനാ. മനസ്സിലാക്കുക. പ്രതികരിക്കാൻ കഴിവുണ്ടായിട്ടും പ്രതികരിക്കാതിരിക്കുമ്പോൾ, നിന്ദിക്കുമ്പോൾ സൗമ്യത കൈവിടാതെ ജയിച്ചാൽ
ദൈവമക്കളെ, ഉടൻ ആക്ഷൻ, ഉടൻ ആക്ഷൻ. ഇന്ന് തന്നെ നീ ജയിക്കാൻ പോവുക. നീ ജയിച്ചാൽ സംശയിക്കണ്ട, ഈ പടയിൽ നീ പിന്നെ പൊരുതേണ്ട കാര്യമില്ല. ഇവിടെ നീ പൊരുതി ജയിക്കേണ്ട വിഷയമല്ല. ഇത് സാത്താന്റെ വിഷയത്തില് നീ പൊരുതേണ്ടത് എങ്ങനെയാണെന്നറിയോ? നീ ഡിഫെൻഡീവ് മെത്തേഡാ. എന്താ ഡിഫെൻഡീവ് മെത്തേഡ്? സംസാരിക്കണ്ട, മറുപടി കൊടുക്കണ്ട. ഒപ്പത്തിനൊപ്പം പറയാൻ നിനക്ക് കഴിയില്ലാത്തോണ്ടല്ലോ, നിനക്ക് ശക്തമായി പറയാൻ കഴിയും. നീ 2 വാക്ക് പറഞ്ഞാൽ അവർ ഒതുങ്ങിപ്പോകുന്നത് നിനക്കറിയാം. പക്ഷെ നീ മിണ്ടിപ്പോരുത്. നീ കേട്ടില്ല എന്ന് വെക്കാൻ പറ്റണം. എന്നാൽ നിനക്ക് വേണ്ടി എന്റെ ദൈവം ഉടൻ പ്രവർത്തിക്കും. പെട്ടെന്ന് സഡൻ ആക്ഷൻ അത് ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിന്റെ ആരോഗ്യ മേഖലയിലാകട്ടെ, നിന്റെ മാനസികാവസ്ഥയിലാകട്ടെ, സാമ്പത്തിക മേഖലയിലാകട്ടെ, തലമുറയുടെ വിഷയത്തിലാകട്ടെ, എന്റെ ദൈവം പെട്ടെന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, കർത്താവ് അവിടെ പ്രവർത്തിക്കുന്നത് കാണുന്നു. യുദ്ധം യഹോവയ്ക്കുള്ളതാ, നീ വെറുതണ്ട. സംഭവിച്ചെന്നറിയോ? വിരോധമായി സംസാരിച്ച മിര്യാം ഇപ്പൊ നിൽക്കുന്നത് ചാപ്പിള്ള പോലെ നിൽക്കുക എന്ന് പറയുന്നത്. തൊക്കൊക്കെ മാറി, രൂപമൊക്കെ മാറി, പാളയത്തിന് പുറത്തു കൊണ്ടുവിടേണ്ട സിറ്റുവേഷനായി മാറി. മോശയെല്ലാം കൊണ്ടുവിടേണ്ട ഇടപാടുണ്ടാക്കിയത്, സ്വയം അകന്നു പോകേണ്ട സിറ്റുവേഷൻ വന്നത് എങ്ങനെയാ? കർത്താവ് ഇടപെട്ടു. അവിടെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. ഇവിടെയാണ് പത്രോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിച്ച് പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. യേശുവിന്റെ ജീവിതത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപ്പോസ്തലൻ പറയുന്നുണ്ട്. 1 പത്രോസ് 2:23 പറയുന്നുണ്ട്. ചൂണ്ടിക്കാണിച്ച് പറയുക. എന്താ ചൂണ്ടിക്കാണിച്ച് പറയുന്നത്? തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ, കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെ, ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം വരമേൽപ്പിക്കുക എത്ര ചെയ്തത്. ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം വരമേൽപ്പിക്കുക എന്നതാണ് അടുത്ത മെത്തേഡ്. അപ്പൊ അതിസൗമ്യനായി മാറുക. ഇവിടെ ഒന്നും കൂടെ പറയുകയാണ്, വിഷയം ന്യായമായി ചെയ്യാൻ കഴിയുന്ന ദൈവത്തിന്റെ കയ്യിൽ വരമേൽപ്പിക്കുക. അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ശകാരിച്ചാൽ പകരം ശകാരിക്കരുത്. അവിടെ പറയാണ്, കഷ്ടം അനുഭവിക്കുന്നതിന് പ്രതിസന്ധി ഉണ്ടാക്കിയാൽ അതിനെക്കുറിച്ച് ഭീഷണം പറയരുത്. ഇങ്ങനെ ചെയ്ത ഞാനും അങ്ങനെ ചെയ്യും എന്ന് പറയരുത്. ഇതിനൊക്കെ ഞാൻ പ്രതികരിക്കാതിരുന്നിട്ട് ഒരു കാര്യമില്ല. അങ്ങനെയുള്ള രീതികൾ വരരുതെന്നാ പറയുന്നു. ഇവിടെ നമ്മൾ ജയിക്കണം. ഇത് ജയിച്ചില്ലെങ്കിൽ സാത്താൻ നമ്മെ തോൽപ്പിച്ചു എന്നാണ് അർത്ഥം. സാത്താനെ ജയിക്കുന്ന മെത്തേഡായി പറയുന്നത്. ഇവിടെയാണ് നമ്മൾ ജയിക്കേണ്ടത്. ഇനി ഒരു ഉദാഹരണം കൂടെ ഞാൻ വേണമെങ്കിൽ പറയാം. ഹന്ന പ്രാർത്ഥിക്കാൻ പോയി. എന്താ അങ്ങനെ പറയാൻ കാരണം എന്നറിയാമോ? നമ്മൾ പ്രതിസന്ധിയിലാകപ്പെടുന്ന മറ്റൊരു മേഖല പറയാം. നമ്മുടെ ആരാധന കൂട്ടായ്മകൾ, നമ്മുടെ സഭായോഗങ്ങൾ, നമ്മുടെ കൂട്ടായ്മകളിൽ നമ്മൾ ചെല്ലുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകും. എന്താ പ്രശ്നം എന്നറിയാം? ഹന്ന പ്രാർത്ഥിച്ചു, വല്ല കുഴപ്പമുണ്ടോ? അവള് മനോവ്യസനത്തോടെ വന്നതാ, ഹൃദയം പകർന്ന് പ്രാർത്ഥിക്കുക. അപ്പോ ഏലി പറയുന്നത് എന്താണെന്നറിയാമോ? 1 ശമൂവേലിന്റെ പുസ്തകം 1:14-16 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കേണ്ടത്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും, നിന്റെ വീഞ്ഞ് ഇറങ്ങട്ടെ എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഏലി ഇപ്പൊ അവളുടെ മുഖത്ത് നോക്കി പറയുന്നത്, നീ ഒരു നീചസ്ത്രീയാന്നാ. ഇത് താഴെ പറയുന്നത് എങ്ങനെയാ? ഒരു നീചസ്ത്രീയെ പോലെ ആര് സംസാരിക്കുന്നത്? പാസ്റ്റർ സംസാരിക്കുക, അങ്ങ് കുറ്റപ്പെടുത്തുക, കൊള്ളരുതാത്തവള് എന്ന രീതിയിൽ. അല്ലെങ്കിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന സഹോദരനോ സഹോദരിയോ നമ്മെ ഏതോ കൊള്ളരുതാത്തവളായിട്ട്, ഏതോ അശുദ്ധ സ്ത്രീയായിട്ടോ, നീയൊക്കെ എന്തിനാ വിശ്വാസത്തിൽ വന്നേന്ന് ചോദിക്കുന്ന രീതിയിലോ സംസാരിക്കാൻ പോവുക. അന്നയ്ക്ക് മറുപടി ഒന്ന് പറഞ്ഞിരുന്നെങ്കിലത്തെ സിറ്റുവേഷൻ നല്ല ചോദിക്കും. ഏലി പുരോഹിത, നീ നിന്റെ മക്കളുടെ കാര്യം പോയി ആദ്യം നേരെയാക്ക്, എന്നിട്ട് എന്നെ നേരെയാക്കാൻ വന്നാൽ മതി. പറയാൻ പറ്റില്ലേ? ഞാനാണെങ്കിൽ പറയുന്ന മറുപടി ഉടനെ സഡൻ വന്നേനെ. ഓ, വലിയ പാസ്റ്റർ കളിക്കാൻ നിൽക്കണ്ട, നീ ആദ്യം പോയി നിന്റെ കുടുംബത്തെ നേരെയാക്ക്, നിന്റെ മക്കളെ ആദ്യം നേരെയാക്കി നിർത്ത്. അവര് ചെയ്യണ പോലെ നീചനൊന്നുമല്ല ഞാൻ. നീചന്മാരാരാ? നിന്റെ മക്കളാ. അവർ ചെയ്യുന്ന അനാവശ്യ പ്രവൃത്തികള് നാട്ടിലെ എല്ലാവർക്കും അറിയാം. നീ കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കില്ലേ? നീ ആദ്യം പോയി നന്നാക്ക്, എന്നിട്ട് എന്റെ ലഹരി പോയോ പിടിച്ചോ, ഞാൻ നീച സ്ത്രീയാണോ എന്നൊന്നും പറഞ്ഞ് വിധിക്കണ്ടെന്നൊക്കെ പറയേണ്ട സിറ്റുവേഷനാ. എന്നാ ഹന്നക്കറിയാം, ഞാൻ ഇതിന് മറുപടി പറയേണ്ട കാര്യമില്ല. അയ്യോ, അന്നെ അത് ക്ഷമിച്ചിട്ട് പറഞ്ഞു, എന്നെ അങ്ങനെ കരുതരുത്. അവള് യാചന രീതി പറയുന്നത്, എന്നെ അങ്ങനെ ചിന്തിക്കരുത്, എന്നെ കുറിച്ച്. ഞാൻ മനോവിഷമുള്ള സ്ത്രീയാ, ഇത്തിരി വിഷമത്തിൽ ഞാൻ വന്ന് പ്രാർത്ഥിച്ചെന്നുള്ളൂ. ഞാൻ ഹൃദയം ദേശം പകർന്നത്, വേറെ ഒന്നും ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവള് പോയി. ഞാൻ പറയട്ടെ, വിഷയത്തിൽ ക്ഷമിച്ചുകൊണ്ട് നീ ഒരു പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെ അന്ന വരുന്നത് മറുപടിയായിട്ടാ വന്നത്. എന്താ അതിന്റെ അർത്ഥം? അടുത്ത പ്രാർത്ഥനയ്ക്ക് മുമ്പ് നിന്റെ മനോവിഷമങ്ങൾക്ക് പരിഹാരം വരുത്താൻ കഴിയുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? നീ ക്ഷമ വെളിപ്പെടുത്തിയാൽ. പ്രതികരിക്കാൻ കഴിവുള്ളിടത്തും, നിനക്ക് കയ്യിൽ മാറ്റർ ഉള്ളപ്പോഴും അത് പറയാതെ പിടിച്ചു നിന്നിട്ട്
അതിനെക്കുറിച്ച് ഓർക്കാതെ നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നാൽ, ഞാൻ വിളിച്ചു പറയട്ടെ, രണ്ടാമത് പ്രാർത്ഥിക്കേണ്ടി വരില്ല. ഒറ്റ പ്രാർത്ഥനയിൽ കഴിയേണ്ട കാര്യങ്ങള് 100 പ്രാർത്ഥനയാക്കി മാറ്റരുതെന്ന് എനിക്ക് പറയാനുള്ള ഉപദേശം. ഒറ്റ പ്രാർത്ഥനയിൽ കിട്ടേണ്ട മറുപടിയാ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. അതൊരു 100 പ്രാർത്ഥനയാക്കി മാറ്റേണ്ട സിറ്റുവേഷൻ വന്നതിന് കാരണം എന്താ അറിയാമോ? ഇതാ വിഷയം. സാത്താൻ നമ്മെ തോൽപ്പിച്ചതാ. എവിടെ തോൽപ്പിച്ചത്? സഭാമണ്ഡലത്തിലാകാം. നേരത്തെ പറഞ്ഞതുപോലെ ഇയ്യോബിന്റെ രീതി പറഞ്ഞ പോലെ സ്നേഹിതന്മാരുടെ മണ്ഡലത്തിലാകാം. അല്ല, രക്തബന്ധങ്ങളായിരിക്കാം. മിരിയാമും അഹ്രോനും മോശയോട് പോരാടിയതുപോലെ രക്തബന്ധങ്ങളാകാം. ഇത്തരം മേഖലയിലൊക്കെ സാത്താൻ നമ്മെ തോൽപ്പിക്കാൻ വേണ്ടി വിഷയങ്ങൾ ഉണ്ടാക്കും. ഒറ്റ വിഷയമാണെന്ന് ഞാൻ ശ്രദ്ധയിൽ കൊണ്ടുവരിക. ക്ഷമ കൊണ്ട് നമുക്ക് സകലവും നേടാൻ കഴിയും. പെട്ടെന്നുള്ള മറുപടി കിട്ടണോ? സ്ഥിതിക്ക് ഭേദം വരണമോ? ഒരു പ്രാർത്ഥന കൊണ്ട് വിഷയം തീരണമോ? ജയിക്കാനുള്ള മെത്തേഡ് ക്ഷമിക്കുക. ഇനി രണ്ടാമത്തെ ഞാൻ പറയാൻ പോവാ. സമയം ഓടിപ്പോകുന്നതുകൊണ്ട് ഞാൻ അല്പം കൂടെ വേഗത്തിൽ പോവുക. പ്രായലേഖനം 12:14 പറയുന്നു, സാത്താനെ ജയിക്കാനും വേണ്ടുന്ന രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ശുദ്ധീകരണമാണ്. ശുദ്ധീകരണം എന്താ വേണ്ടത്? ഇബ്രാഹിം 12:14 പറയുന്നു, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. കർത്താവിന്റെ അടുത്ത് പോകുന്നതിന് തടസ്സമായിട്ട് ഉണ്ടാക്കുന്ന വിഷയം എന്നറിയോ? അശുദ്ധി കൊണ്ടുവന്ന് എത്തിക്കും. അവിടെ പ്രധാനപ്പെട്ട് പറയുന്നതെന്നറിയോ? ശുദ്ധീകരണത്തിന് തടസ്സം പറയുക, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കണം. ക്ഷമ പോലെ തന്നെയുള്ള മറ്റൊരു വിഷയമാണ് സമാധാനം. അല്ലേ വേണ്ടു? സമാധാനം വേണമെന്ന് എല്ലാവരോടും. അവരെ ഞാൻ കാണില്ല, അവരോട് ഞാൻ മിണ്ടില്ല, അവരുമായിട്ട് ഞാൻ ഒരു അകലം പാലിക്കും. ഇതാണ് നമ്മുടെ സമാധാനത്തിന്റെ വഴി. അവിടെ പരാജയം. നിങ്ങളെല്ലാം മറന്ന് അവരോട് സംസാരിക്കണം. സംസാരിക്കാൻ പാടില്ലാത്തത് നിങ്ങൾ ഒഴിവാക്കിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. പുതിയ തീരുമാനങ്ങളിലേക്ക് വരണം. എല്ലാവരോടും. കുറച്ചുപേരോട് ഞാൻ ബ്രാക്കറ്റ് നിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ലോകത്തിന് ഇന്ത്യ. ഞാൻ കുറച്ചുപേരെ ബ്രാക്കറ്റ് നിർത്തിയിട്ടുണ്ട്. ഞാനൊരു അകലം വിട്ടേ അവരെ നിൽക്കുകയുള്ളൂ. അവരെ ഞാൻ അടുപ്പിക്കില്ല, അവരോട് ഞാൻ മിണ്ടില്ല. അവിടെ അല്ല പരിഹാരം വരുത്തുന്നത്, സമാധാനം. അവിടെ വരുത്തിയാണ് മുന്നോട്ട് പോകുന്നത്. എന്താ കാരണം എന്നറിയാമോ? സാത്താനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പദം, എബ്രായ പദം പറയുന്നത് ബേൽസബൂൽ എന്നാണ്. ബേൽസബൂൽ അതിന്റെ അർത്ഥം തന്നെ ഈച്ചകളുടെ രാജാവ് എന്നാണ് അതിന്റെ അർത്ഥം. ഈച്ചകളുടെ രാജാവ്. എന്താ കാര്യം മനസ്സിലായോ? പിശാചിന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുന്ന എബ്രായർ വിളിച്ചിരുന്ന പേരാണ്. ഈച്ചകളുടെ സ്വഭാവമാണ് പിശാചിനുള്ളത്. ഇവിടെ കിട്ടിയത് അവിടെ കൊണ്ടേ കൊടുക്കും. ഈച്ച ചെയ്യുന്ന പരിപാടിയാണ്. ഈച്ച പിന്നെ മറ്റൊരു പ്രശ്നം പറയാം, ആട്ടിയാ പോവില്ല. നമ്മളൊന്ന് ആട്ടിയാ ഈച്ച പോവോ? അപ്പൊ ഒന്ന് മാറി നിൽക്കുക, അതേ സ്പീഡിൽ തിരിച്ചു വരും. ഒരു മൂളച്ചൊക്കെ ഇട്ട് അത് അടുത്ത് വീണ്ടും വന്ന് അവിടെ വന്നിരിക്കും. അപ്പൊ ഈച്ചയുടെ പ്രശ്നം മനസ്സിലായോ? ഇത് ആട്ടിയാലൊന്നും പോവില്ല. നീ എന്തെങ്കിലും നിന്റെ വായനൊന്ന് വീണിട്ടിയാൽ മതി, അതൊരു 10 സ്ഥലത്ത് കൊണ്ടുപോയി കത്തിക്കും. പ്രശ്നം മനസ്സിലായോ? ഇത് പൈശാചിക തന്ത്രമാണെന്ന് മനസ്സിലാക്കണം. അടുത്തൊന്ന് പറയാ, ഈച്ച ചെന്നിരിക്കുന്നത് അളിഞ്ഞതും ചീഞ്ഞതുമായ സ്ഥലത്താണ്, അല്ലെങ്കിൽ നാറുന്ന സ്ഥലത്താണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, പിശാചിന്റെ സാധനങ്ങളൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലാതെ, പിശാചിന് ഇഷ്ടമുള്ളതൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലാതിരുന്നാൽ ഈ പിശാച് വന്നിരിക്കില്ല. അപ്പൊ എന്തോ പിശാചിന്റെ കയ്യിൽ ഇഷ്ടമുള്ള സാധനം നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. കോപമോ ക്രോധമോ ഈർഷ്യയോ പകയോ വിദ്വേഷമോ എന്തൊക്കെയോ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. അരുതാത്തത് നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. പലതും നീരസവും പലതും നമ്മൾ കയ്യിൽ പിടിച്ചിരിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ടാണ് ഈച്ച വരുന്നത്. അവിടെയാണ് വന്നിരുന്നിട്ട് അത് രോഗമാക്കി വ്രണമാക്കി അതിനെ നാറ്റി പ്രശ്നം ഉണ്ടാക്കുന്നത്, ഈച്ച വരുന്നത്. അപ്പോൾ ആട്ടിയെ പോകുന്നതല്ല. അവരെന്താണെന്ന് അറിയോ? ഈ കേടായത് എടുത്ത് മാറ്റിക്കളഞ്ഞേ പറ്റുള്ളൂ. അപ്പൊ പിന്നെ ഈച്ച വരില്ല. അവിടെയാണ് ജയിക്കാനായിട്ട് കഴിയുന്നത്. ഇനി ഞാൻ വീണ്ടും ഒന്നും കൂടെ വിശദീകരിച്ച് പെട്ടെന്ന് പോകാം. 1 ശമൂവേൽ 7:6 പറയുന്നത്, അവർ മിസ്പയിൽ 1 ശമൂവേൽ 7:6 അവർ മിസ്പയിൽ ഒന്നിച്ചുകൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ചു. ആ ദിവസം ഉപവസിച്ചു. ഞങ്ങൾ യഹോവയുടെ പാപം ചെയ്തിരിക്കുന്നു എന്ന് അവിടെ വെച്ച് പറഞ്ഞു. ഒരു വിജയിച്ച ഒരു വിഷയം പറയുക. ശമൂവേൽ പ്രവാചകൻ ഒരു വിഷയത്തിന്റെ മധ്യത്തിൽ വന്നിരിക്കുക. ഫെലിസ്ത്യരെ എന്നും വന്ന് തോൽപ്പിച്ചുകൊണ്ടിരിക്കുക, വലിയ പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതിന് പരിഹാരം വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, വെള്ളം കോരി ഒഴിച്ച് ഉപവസിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ വെള്ളം കോരി ഒഴിച്ച് ഉപവസിക്കുക, അത് നമുക്കറിയാം, എബ്രായ വിശ്വാസികൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അന്നത്തെ യഹൂദന്മാർക്ക് അറിയുന്ന ഒരു കാര്യമാണ്. അവർ പറയുന്ന ഒരു പദമാണ്, ശുദ്ധീകരണത്തിനെ കുറിച്ച് പറയുന്ന പേരാണ് ഈ വെള്ളം കോരി ഒഴിക്കുക എന്ന് പറയുന്നത്. ശുദ്ധീകരണം പ്രാപിച്ച് ഉപവസിക്കണം എന്ന് പറയുന്നത്. ഇല്ലാതെ കാര്യമൊന്നുമില്ല. ഞാൻ വിഷയത്തിന് വേണ്ടി ദിവസങ്ങളായി ഉപവസിച്ചുകൊണ്ടിരിക്കുക, വെള്ളം കുടിക്കാതെ ഉപവസിച്ചുകൊണ്ടിരിക്കുക, പരിഹാരമൊന്നും വരില്ല. ആദ്യം നീ വെള്ളം കോരി ഒഴിക്കേ,
നീ ഒരു ശുദ്ധീകരണം പ്രാപിക്കേ. ഏതൊക്കെ മേഖലയെന്ന് വെച്ചാൽ ഈ അഴുക്കിരിക്കുന്നൊക്കെ ഒന്ന് കഴുകിക്കള, എന്നിട്ട് നിങ്ങൾ ഉപവസിക്കേ. അങ്ങനെ ഉപവസിച്ചു കഴിഞ്ഞപ്പോ എന്താ ഉപവാസം എന്ന് പറഞ്ഞാൽ കൂടെ വസിക്കലാണ്. കൂടെ വസിക്കുക എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണം കൂടാതെ ആരും അവനോട് കൂടെ വർഷിക്കാൻ പറ്റില്ല. യോഹന്നാന്റെ സുവിശേഷം 14:23 പറയുന്നത്, യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഞങ്ങൾ അവന്റെ അടുക്കൽ വന്നിട്ട്, പിതാവും പുത്രനും നമ്മുടെ അടുക്കൽ വന്നിട്ട് വാസം ചെയ്യും. അതിന് സഹായിക്കുന്നത് ആരാന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവാ. പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യങ്ങൾ തരികയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യങ്ങൾ തരുമ്പോൾ അടുത്ത് വന്ന് നമ്മെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോട്ടെ. യാക്കോബിന്റെ ലേഖനം 4:7-8 വാക്യങ്ങൾ വായിക്കുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. പാവികളെ കൈകളെ വെടുപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല ദൈവമക്കളെ. നമ്മൾ ദൈവത്തോട് അടുത്ത് വരുന്നതിന് തടസ്സമായിട്ടുള്ളത് എന്താണ്? കൈകളെ വെടുപ്പാക്കണം, ഇരുമനസ്സ് വിട്ടുകളയണം, ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണം. അങ്ങനെ ദൈവത്തോട് അടുത്ത് ചെല്ലുവാനായിട്ട് ആഗ്രഹിക്കേ. അപ്പൊ പിശാചി വിട്ട് ഓടിപ്പോവും. ഈ ഈച്ചയൊക്കെ നമ്മളെ വിട്ട് ഓടിപ്പോവും. അങ്ങനെ ജയിക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ നമ്മൾ കാണുകയാണ്, ശൗമേല് ആ പ്രാർത്ഥന നടത്തി കഴിഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയ വിജയങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. 1 ശമൂവേൽ 7:13 വായിക്കുമ്പോൾ ഇങ്ങനെയാണ്, ഇങ്ങനെ ഫെലിസ്തർ ഒതുങ്ങി. നിങ്ങളിങ്ങനെ ഒന്ന് വിജയം പ്രാപിച്ചാൽ കിട്ടുന്ന കാര്യം, ശത്രു ഒതുങ്ങും, പിശാച് ഒതുങ്ങും. 2, പിന്നെ ഇസ്രായേൽ ദേശത്തേക്ക് വന്നില്ല. 2, വന്നില്ല, പിന്നെ വരില്ല. ഈ ഈച്ച പിന്നെ വരില്ല, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വരില്ല. 3, ശൗമേലിന്റെ കാലത്തൊക്കെ യഹോവയുടെ കൈ ഫെലിസ്തർക്ക് വിരോധമായിരുന്നു. അപ്പോ ഇതിനെ തടസ്സം നിൽക്കാൻ കർത്താവ് ഇടപെടാൻ തുടങ്ങും. അവിടെ ശുദ്ധീകരണത്തോടെ പ്രാർത്ഥിച്ച കാര്യങ്ങൾ പറയാണ്. 1, ശത്രു ഒതുങ്ങും, പിന്നെ വരില്ല. 3, നഷ്ടപ്പെട്ടത് അവർക്ക് തിരികെ ലഭിച്ചു. അതിന്റെ 14 വാക്യം കൂടെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. വായിക്കുന്നില്ല, സമയം തീർന്നു. നഷ്ടപ്പെട്ടത് തിരികെ ലഭിക്കും, ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. 5, യഹോവയുടെ കൈ ഫെലിസ്തർക്ക് വിരോധമായി മാറി. ഈ വിധത്തിൽ സാത്താനെ ജയിക്കണമെങ്കിൽ നമ്മള് വിഷയം മനസ്സിലാക്കി, ഉപേക്ഷിക്കേണ്ടതിന് ഉപേക്ഷിച്ച്, നിരപ്പ് പ്രാപിക്കേണ്ടത് നിരപ്പ് പ്രാപിച്ച് മുന്നോട്ട് പോകണം. ഒന്നുകൂടി ശക്തമായി പറയുകയാണെങ്കിൽ, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. എങ്ങനെയാണ് നമ്മൾ ജയിക്കേണ്ടത്? പിശാചിനെ ജയിക്കാനായിട്ട് വെസ്റ്റലേനത്തിൽ പറഞ്ഞത് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തിയതാ. കർത്താവിലും അമിതബലം, നല്ല ശക്തി വേണം ഇതിനൊക്കെ ജയിക്കണമെങ്കിൽ. ആ കരുത്താണ്, ആത്മീയ കരുത്താണ് നമുക്ക് വേണ്ടത്. എന്നാൽ നമ്മൾ ജയിക്കും. ഇനി പറയാനുള്ളത് ഓരോ വിഷയങ്ങൾ എടുത്ത് പറയേണ്ട. അടുത്ത് പാപത്തോട് പോരാടണം. 2 വാക്യം മാത്രം ഞാൻ വായിച്ചുകൂടെ വിടാം, അത്രയേ ഉള്ളൂ. ഞാൻ വിശദീകരിക്കുന്നില്ല. 2 വാക്യം വായിക്കാം. യെഹെസ്കേൽ പ്രവചനം 7:13. അവർ ജീവിച്ചിരുന്നാലും വിൽക്കുന്നവന് വിറ്റത് മടക്കി കിട്ടില്ല. ദർശനം അതിന്റെ സകല കോലാഹലത്തെയും കുറിച്ചുള്ളതാകുന്നു. ആരും മടങ്ങി വരികയില്ല. അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്ന ഒരുത്തിനും ശക്തി പ്രാപിക്കില്ല. യെഹെസ്കേൽ 7:13. അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്ന ഒരുത്തിനും ശക്തി പ്രാപിക്കില്ല. എത്ര പ്രാർത്ഥന കഴിച്ചാലും പാപത്തിന്റെ തിക്തഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. കാരണം എന്താണെന്നറിയോ? അകൃത്യത്തിൽ കഴിയുന്നെങ്കിൽ അതിന്റെ തിക്തഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഉദാഹരണം ഞാൻ പറയാം. ദാവീദ് ബത്ശേബയിലുണ്ടായ മകനെ യഹോവ ബാധിച്ചപ്പോൾ അങ്ങ് പ്രാർത്ഥന 7 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഫലമൊന്നും ഉണ്ടായില്ല. അത് അനുഭവിച്ചേ പറ്റുള്ളൂ. ആ ദുഃഖം അനുഭവിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, ശക്തി പ്രാപിക്കണോ? പറ്റില്ല. എങ്ങനെ ശക്തി പ്രാപിക്കുന്നത്? ആരാണ് ശക്തി പ്രാപിക്കുന്നത്? യോവേൽ 2:11 പറയുന്നു, യഹോവ തന്റെ സൈന്യത്തിന്റെ മുമ്പിൽ മേഘദാനം കേൾപ്പിക്കുന്നു, അവന്റെ പാളയം അത്യന്തം വലുതും അവന്റെ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവനും തന്നെ. അപ്പൊ പാപത്തിൽ അകത്യത്തിൽ കഴിയുന്നവൻ ശക്തി പ്രാപിക്കില്ല, എന്നാൽ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തി പ്രാപിക്കും. ഈ പറഞ്ഞ വചനം ഒന്ന് അനുഷ്ഠിച്ചാൽ നിങ്ങൾ കരുത്തുള്ളവരായി മാറും. കരുത്തുള്ളവരായി മാറിയാൽ അവിടെ പറയാനായിട്ട്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. അപ്പൊ നമുക്ക് ജയിക്കാൻ കഴിയും, ശാരീരം ജയിക്കാൻ കഴിയും. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. 7 കാര്യങ്ങൾ നമ്മൾ ജയിക്കേണ്ട മേഖലയുണ്ട്. എല്ലാം നമ്മൾ വിശദീകരിച്ചില്ല, എന്നാൽ പരിശുദ്ധാത്മാവിനോട് സംവാദിച്ചുകൊണ്ടിരിക്കുകയാണ്. 1, ഏറ്റവും ശക്തമായ മേഖല സങ്കല്പവും വിചാരങ്ങളും, അല്ലെങ്കിൽ ഇമാജിനേഷൻ ആൻഡ് തോട്ട്. 2, സാത്താനി ശക്തികളോട്. 3, ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ പ്രാർത്ഥനയിൽ പോരാടണം. 4, പാപത്തോട് പോരാടണം, അത് പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്ന് പോരാടണം. 5, സുവിശേഷ സത്യമായ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പോരാടണം. 6, ഹൃദയത്തിന് ആശ്വാസം കിട്ടാൻ ഹല്ലേലൂയ നമ്മള് വളരെ പോരാടണം. ഒരു വേണമെങ്കിൽ പറയാം, യാക്കോബിന്റെ കാര്യം നിങ്ങൾ ഓർത്താൽ മതി. യാക്കോബിന്റെ മക്കളൊക്കെ വന്ന് ആശ്വസിക്കാൻ ശ്രമിച്ചിട്ടും ആശ്വാസം കിട്ടിയില്ല. പിന്നെ എങ്ങനെ കിട്ടുന്നത്? ദൈവത്തിന്റെ ഇടപെടലിൽ യോസഫ് കണ്ടപ്പോ അവിടെ സങ്കല്പം വിചാരം ഒന്നുകൂടെ വേണമെങ്കിൽ പറയാൻ പറ്റും. യാക്കോബ് സങ്കല്പിച്ചെന്താ? യോസഫ് ഇല്ല, ബെന്യാമിനെ നിങ്ങൾ കൊണ്ടുവന്നു. യോസഫ് ഇല്ല എന്നൊക്കെ സങ്കല്പിച്ചു വെച്ചത്. അങ്ങനെയല്ല, യോസഫ് ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, പ്രതിസന്ധിയുടെ മധ്യത്തില് നിങ്ങൾ സങ്കല്പിച്ചതിനൊക്കെ തകർത്ത് കളയാൻ ദൈവത്തിന് കഴിയും, മറുപടി ലഭിക്കുമ്പോൾ. അപ്പൊ 6ാമത്തെ കാര്യം, ഹൃദയത്തിന് ആശ്വാസം ലഭിക്കാനായിട്ട്
നമ്മൾ ദൈവത്തിന്റെ കാര്യത്തിൽ പ്രത്യാശ വെക്കണം. പ്രത്യാശയാണ് ഹൃദയത്തിൽ ആശ്വാസം പകരുന്നത്. പ്രത്യാശയാണ്. 7 കഷ്ടങ്ങളിൽ കർത്താവിന് തള്ളി പറയാതിരിപ്പാൻ സഹനത്തിനായിട്ട് നമ്മൾ പോരാടണം. അപ്പോൾ നമ്മൾ പറഞ്ഞ വാക്കുകളിൽ നമ്മൾ ഇവിടെ എത്തുകയാണ്. ഓട്ടം തികയ്ക്കുവോളം വിശ്വാസം കാക്കുവാൻ നല്ലപോർ പൊരുതി നമ്മൾ ജയിച്ചാൽ, പൗലോസ് പറയുന്നത്, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. നമ്മൾ ഈ ഓട്ടം ഓടി പരാജയപ്പെടുന്നവരായിട്ടല്ല, നമ്മൾ പ്രാപിക്കാൻ തക്കവണ്ണം നമ്മൾ ഓടി ജയിക്കണമെങ്കിൽ നന്നായി പൊരുതിയേ പറ്റുള്ളൂ. നല്ലപോർ പൊരുതി വിശ്വാസം കാത്ത് നമുക്ക് ജയിക്കാം. സർവ്വശക്തനായ ദൈവം നമ്മെ ഈ വിധങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.